ക്യാമ്പിലാണ് നമ്മളുള്ളത്. അതിന് പുറത്തെ പാങ്ങോട് വാർ മെമ്മോറിയലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ ഓർമ്മകൾ, റിപ്പബ്ലിക് ഡേ ആഘോഷങ്ങൾ, ആ വാർത്തകളിലേക്കൊക്കെ നമുക്ക് മടങ്ങി വരാം. ഇനി ഡൽഹിയിൽ നിന്ന് അടക്കമുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് വരേണ്ടതുണ്ട്. ഞങ്ങൾ അതിലേക്കൊക്കെ മടങ്ങി വരാം. ഒപ്പം സംസ്ഥാനവുമായി ബന്ധപ്പെട്ട മറ്റു ചില വാർത്തകളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. നമുക്ക് ബജറ്റിലേക്ക് പോകാം. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ് വരാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാം, അതിൽ പല പല ചോദ്യങ്ങളുണ്ട്. പല മേഖലയിൽ നിന്നുള്ളവർ ചോദിക്കുന്നുണ്ട്. മദ്യവില കൂടുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ധനമന്ത്രിക്ക് പറയാനുള്ളത് എന്ന് നമ്മൾ ഉമേഷ് നോക്കാം. ബജറ്റ് സമ്മേളനം ആരംഭിച്ചു. ബജറ്റിൻ്റെ തിരക്കിലാണ് ധനമന്ത്രി KN ബാലഗോപാലും. എന്തായാലും അതിനിടെ കുറച്ച് സമയം നമ്മളോട് സംസാരിക്കാൻ മന്ത്രി ചേരുന്നുണ്ട്. ബജറ്റിൻ്റെ പ്രതീക്ഷകളും എല്ലാം പങ്കുവയ്ക്കാൻ. നമസ്കാരം മിനിസ്റ്റർ. എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് നിരന്തരമായി എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പോഴും ബജറ്റിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികമായി സാമ്പത്തിക പ്രതിസന്ധി ബജറ്റിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം, ആശങ്കയും. ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിനങ്ങത്തെ വർഷം ഈ ഗവൺമെൻറ് വന്നിട്ട് ഇപ്പോൾ 1.5 വർഷമാവുന്നു. ഏതെങ്കിലും കാര്യത്തിനകത്ത് ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യം കൊടുക്കാതിരിക്കുകയോ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കൊന്നും മുടക്കം വരികയോ ചെയ്തിട്ടില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായി നടക്കുന്നുണ്ട്. ക്ഷേമ പെൻഷനാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ കാര്യം. ഒരു 60-64 ലക്ഷം പേരാണ് ക്ഷേമ പെൻഷൻ ബോർഡുകൾ ഉൾപ്പെടെ വരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം നന്നായി നടക്കുന്നുണ്ട്, നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് സംസ്ഥാനത്ത് വളരെ കാര്യമായിട്ടുണ്ട്. സംസ്ഥാനത്ത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ സ്ഥിതിയിൽ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ലോകത്താകെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇതിനേക്കാൾ രൂക്ഷമാകും അടുത്ത വർഷമെന്നാണ് ഇപ്പോൾ കണക്കുകൾ പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും കേരളത്തിൽ ഒരു മുട്ടുമില്ലാതെ കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയുന്നു എന്നുള്ളത് ആശ്വാസകരമായൊരു കാര്യമാണ്. അത് വെറുതെ ഒരു അലങ്കാരികമായി പറഞ്ഞതല്ല. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന പ്രധാനപ്പെട്ട വാർത്ത, പാകിസ്ഥാനിൽ കറണ്ടില്ല, 17 മണിക്കൂർ കറണ്ടില്ല. കറണ്ടില്ലാത്ത കാര്യം അന്വേഷിച്ചപ്പോൾ ഡീസൽ ജനറേറ്ററുകൾ കണക്കൂടില്ല അവിടെ, വലിയ പവർ ഹൗസസ്. ഡീസൽ വാങ്ങാൻ പണമില്ലാത്തതുകൊണ്ട് കറണ്ട് ഇല്ല എന്നാണ് കണ്ടത്. ശ്രീലങ്കയിലെ സ്ഥിതി നേരത്തെ വന്നതാണ്. അപ്പം ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിമാർ 3 പേരായി. 2 മാസം കൊണ്ട് 3ാമത്തെ പ്രധാനമന്ത്രി വന്നു. എല്ലായിടത്തും ഈ ക്രൈസിസ് ഉണ്ട്. ആ ക്രൈസിസിനെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായി കഴിയണം. അതിന് സാമ്പത്തിക നയങ്ങളാണ് പ്രധാനം. കേരളത്തിൽ ഈ കോവിഡിൻ്റെ കാലം കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് നല്ല സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല തീരുമാനങ്ങളും കേരളത്തിൻ്റെ എക്കണോമിയെ വല്ലാതെ ബാധിക്കുന്നതും പിന്നോട്ടടിക്കുന്നതുമാണ്. എങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വളർച്ചയുള്ള സംസ്ഥാനങ്ങളിലൊന്നായിട്ട് കേരളം ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടു. 12% സ്ഥിരവിലയിൽ കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ വളർച്ച. 17% കറണ്ട് പ്രൈസസിലെ വളർച്ച. അപ്പോൾ അങ്ങനെ ഉള്ള വളർച്ചയുണ്ട്. പക്ഷേ അത് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് കിട്ടേണ്ട 24,000 കോടി രൂപയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വർഷം വെട്ടിക്കുറച്ചേക്കുന്നത്. കേന്ദ്രം വെട്ടിക്കുറച്ചത് തന്നെയാണ്. കഴിഞ്ഞ വർഷം തന്നുകൊണ്ടിരുന്ന പണം ഇപ്രാവശ്യം തന്നില്ല. അത്രയും പണം കുറച്ചിട്ടും അത് തരാനുള്ള ഏറ്റവും അർഹമായി നമുക്ക് കിട്ടേണ്ടതായിട്ടും തരാതിരിക്കുമ്പോഴും നമ്മൾ ഇതിനകത്തുകൂടി ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ചെയ്യാൻ കഴിഞ്ഞത് നമ്മൾ കേരളത്തിൽ കോവിഡിൻ്റെ സമയത്ത് 1ാമത്തെ കോവിഡ് പാക്കേജ്, 1ാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് കൊടുത്ത 1ാം കോവിഡ് പാക്കേജ്, 2ാം പിണറായി സർക്കാരിൻ്റെ ആദ്യ വർഷത്തിൽ നമ്മൾ കൊടുത്ത കോവിഡ് പാക്കേജ്, പ്രത്യേക 20,000 കോടി, വ്യാപാരികൾക്കുള്ള പ്രത്യേക ഒരു പാക്കേജ് 5,800 കോടി, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും കൂടുതൽ തൊഴിലവസരങ്ങളും മറ്റും ഉണ്ടാക്കാവുന്ന, സാമ്പത്തിക രംഗം സജീവമാക്കാവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടുമാണ്. ആ ഒരു കാര്യം നന്നായി നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാൾ എത്രയോ മുന്നോട്ട് പോകേണ്ടതാണ്. അവിടെയാണ് പ്രശ്നം. നമുക്ക് കേരളത്തിന് അർഹമായി കിട്ടേണ്ട പണം ഈ പറഞ്ഞ 24,000 കോടി വെട്ടിക്കുറച്ചത് മാത്രമല്ല, നമുക്ക് ശരാശരി കിട്ടേണ്ട ഇന്ത്യയുടെ നികുതി വിഹിതത്തിൽ വലിയ വെട്ടിക്കുറവ് പറ്റി. ആ വെട്ടിക്കുറവും കൂടി വരാതിരുന്നെങ്കിൽ നമുക്ക് ഇതിനേക്കാളും എത്രയോ അധികം പണം ഉണ്ടാവേണ്ടതായിരുന്നു. ആ പണം എല്ലാം ഇല്ലാതായതിൻ്റെതായ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടും. സ്വാഭാവികം. ഈ ജനങ്ങളുടെ പ്രധാന ആശങ്ക ക്ഷേമ പെൻഷൻ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നുള്ളത്. 2, കിഫ്ബിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും രീതിയിൽ ബാധിക്കും. കാരണം കേന്ദ്രത്തിൻ്റെ ഒരു നിലപാട് കൂടി അതിനൊരു തടസ്സമാകുന്നുണ്ട്. അതിൽ രണ്ടിലെയും ഇത് പൊതുകടമായി നിശ്ചയിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതെങ്ങനെ അത് നേരിടണം അല്ലെങ്കിൽ എങ്ങനെ മറികടക്കും എന്നുള്ളത് പ്രധാന വെല്ലുവിളിയല്ലേ?
ഈ ക്ഷേമ പെൻഷന് നടത്തുന്നതിന് അത് കൃത്യമായി അതിൻ്റെ ലിക്വിഡിറ്റി മാനേജ് ചെയ്യാൻ പണം പിന്നെ ലഭ്യത ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു കമ്പനിയായിരുന്നു കേരള KSSPL പെൻഷൻ കമ്പനി എന്ന് പറയും. ആ കമ്പനി എടുക്കുന്ന കടവും അതുപോലെ തന്നെ അതുവഴി ചിലവാക്കുന്ന കാര്യങ്ങളൊന്നും വേണ്ട എന്നാണ് കേന്ദ്രത്തിൻ്റെ സമീപനം. അവർ പറയുന്നത് ഈ സോപ്സ് ഒന്നും വേണ്ട എന്നാണ്, അതായത് സൗജന്യങ്ങളൊന്നും കൊടുക്കേണ്ടതാണ് അവരുടെ നയം. അത് പക്ഷേ ഗവൺമെൻറ് അത് അംഗീകരിക്കുന്നില്ല. ഗവൺമെൻറ് ആ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും കൃത്യമായി ഈ സാമൂഹ്യക്ഷേമ പെൻഷനും എല്ലാം കൊടുത്ത് മുന്നോട്ട് പോകുന്ന സമീപനം തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയായാലും ഇപ്പോൾ അടുത്ത മാസത്തെ ക്ഷേമ പെൻഷനും ഇപ്പം കൊടുക്കാൻ തന്നെ ഉള്ള സമീപനം തന്നെയാണ് എടുക്കുന്നത്. അപ്പം ക്ഷേമ പെൻഷൻ വലിയ തുകയാണ്, ചെറിയ തുകയല്ല. ഒരു മാസം ഏകദേശം 1000 കോടിക്ക് അടുത്ത് വരുന്ന തുകയിലേക്കാണ് ക്ഷേമ പെൻഷൻ എത്തുന്നത്. വലിയ നമ്പർ, ഞാൻ പറഞ്ഞു, വലിയ നമ്പർ ആൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കേന്ദ്രം പറയുന്നത് പോലെ അങ്ങനെ ക്ഷേമ പെൻഷൻ കൊടുക്കാതല്ല, ഈ കോവിഡ് പോലുള്ള ദുരിതകാലത്ത് ഉൾപ്പെടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഇത്രയും മെച്ചപ്പെടുത്തി നിർത്താൻ കഴിഞ്ഞത് ഗവൺമെൻറ് പല തരത്തിലുള്ള വെൽഫെയർ മെഷറുകളും കൊണ്ടാണ്. അതുപോലെ കിഫ്ബി, കേരളത്തിൽ വലിയ മാറ്റമുണ്ടാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്ന കിഫ്ബി ലോൺ എടുക്കുന്നത് ഇനി പ്രത്യേകമായിട്ട് അവർക്ക് ലോൺ എടുക്കാൻ അവകാശമില്ല. സർക്കാർ ഗ്യാരണ്ടിയോടുകൂടി അവർ ലോൺ എടുക്കുക, അവർ തിരിച്ചടയ്ക്കുക എന്നുള്ളതായിരുന്നു കൺസെപ്റ്റ്. സർക്കാർ ഒരു ചെറിയ തുക ഓരോ വർഷവും കൊടുക്കും, അത് ദീർഘകാലയളവ് കൊണ്ട് അടയ്ക്കാനാണ്. അതും പാടില്ല എന്നൊരു സമീപനം എടുത്തിരിക്കുന്നു. അതും നമ്മളെ ബാധിക്കുന്നതാണ്. ഇനി അത് നമ്മളെടുക്കുന്ന കടത്തിൽ നിന്ന് കൊടുക്കണമെന്നാണ്. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിലും കേരളത്തിലെ വികസന കാര്യങ്ങളും മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിലും തടസ്സം വരാത്ത തരത്തിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും എന്നാണ്. അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. വളരെയേറെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രവർത്തനമാണ്. പക്ഷേ എന്തായാലും നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകാതിരുന്നിട്ടില്ല എന്നുള്ളത് വലിയ കാര്യമാണ്. അത് മുന്നോട്ട് ശക്തമായിട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ബജറ്റിന് പുറത്തായിരുന്നാലും സർക്കാരിൻ്റെ ഏറ്റവും പ്രധാന വരുമാനത്തിൻ്റെ ഒരു ഭാഗം സർക്കാർ സർവീസ് മേഖലയിലെ പെൻഷനായിട്ടും ഒപ്പം ശമ്പളവുമായിട്ടും എല്ലാം പോയിരുന്നു. സ്വാഭാവികമായി 2 ചോദ്യങ്ങളാണ്. ഒന്ന്, സർവീസ് മേഖലയിൽ പെൻഷൻ പ്രായം ഉയർത്തുമോ എന്നുള്ളത്. 2, കോൺട്രിബ്യൂട്ടറി പെൻഷൻ മാറ്റണമെന്നുള്ള ആവശ്യം സർവീസ് മേഖലയിൽ നിന്ന് ഉയരുന്നുണ്ട്. ഈ 2 കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം? അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പെൻഷൻ്റെ കാര്യത്തിനകത്തൊക്കെ സാധാരണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു നയമുണ്ട്. അതനുസരിച്ച് തന്നെയാണല്ലോ കാര്യങ്ങൾ പോവുക. അതല്ലാതെ എന്തെങ്കിലും പെൻഷൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ വരുന്ന സമയത്തുണ്ടാകുന്ന അഭ്യൂഹം അനുസരിച്ചിട്ട് അത് കൂട്ടാനൊന്നുമുള്ള തരത്തിലേക്കൊന്നും ആലോചനയൊന്നും വന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ നിലവിലുള്ള ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി സംബന്ധിച്ചാണ്. അത് സംബന്ധിച്ചും ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്ന് അത് പഠിച്ച് പിന്നെ തീരുമാനങ്ങൾ ഫൈനലായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് അതിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം വരുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളും വന്നിട്ടില്ല. ആ മേഖലയിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, കോവിഡ് സമയത്ത് കൃത്യമായി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി അതിൻ്റെ പണം കൊടുത്ത വലിയ പദ്ധതിയും ഉത്തരവാദിത്വമാണത് ഉണ്ടാക്കിയത്. എങ്കിൽ പോലും കോവിഡാണെങ്കിലും അത് ചെയ്ത ഒരേ ഒരു സംസ്ഥാനം കേരളമാണെന്നുള്ള കാര്യമാണ് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഫോക്കസ് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. തൊഴിലാളികൾക്കും ജീവനക്കാർക്കും സാധാരണക്കാർക്കും ഒപ്പം നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് എന്നുള്ളതുകൊണ്ട് ആ സമീപനം തന്നെയായിരിക്കും പൊതുവിൽ ജീവനക്കാരോടായാലും തൊഴിലാളികളോടായാലും കർഷകരോടും മറ്റ് എല്ലാ മേഖലയിലുള്ളവരോടും ഗവൺമെൻറ് സ്വീകരിക്കുക. എപ്പോഴും ബഡ്ജറ്റ് വരുമ്പോൾ ഒരു നിശ്ചിത തുക KSRTCക്ക് വേണ്ടി മാറ്റിവെക്കും. എപ്പോഴും വലിയ പ്രതീക്ഷകൾ പങ്കുവെക്കും. ഇത്ര വർഷത്തിനുള്ളിൽ ഒരു നഷ്ടം മറികടക്കുക എന്നുള്ളത് എല്ലാ ബഡ്ജറ്റിലും ആവർത്തിക്കുകയും അത് ഒന്നും നടക്കാതെ ബഡ്ജറ്റ് തീരുന്നതിന് മുൻപ് തന്നെ കൂടുതൽ തുക അനുവദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തവണ ഈ KSRTCയെ കരകയറ്റാൻ എന്തെങ്കിലും മാന്ത്രിക വിധിയുണ്ടോ കയ്യിൽ? മാന്ത്രിക വിദ്യ കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ല. മാന്ത്രിക വിദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നുന്നതാണല്ലോ. മജിഷ്യൻ്റെ കമ്പി ഇങ്ങനെ കറക്കുമ്പോൾ മജിഷ്യൻ്റെ ആ മാന്ത്രിക ദണ്ട് കൊണ്ട് എല്ലാം മാറ്റാൻ പറ്റുന്നതാണ് ഈ മാജിക്ക്. പക്ഷേ അത് മാജിക്കിൻ്റെ സമയം കഴിയുമ്പോൾ അത് മാറും. മാജിക്ക് പോരാ, സ്ഥിരമായിട്ട് അത് മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത്. അതിന് ആ വകുപ്പ് ബന്ധപ്പെട്ട കോർപ്പറേഷൻ എല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കോവിഡിന് മുമ്പ് വരെ പെൻഷൻ കൊടുക്കാനുള്ള സഹായം അവസാന സമയത്ത് കൊടുത്തിരുന്നു. കുറേ കാലം പെൻഷൻ കിട്ടിയിരുന്നില്ല അവർക്ക്. ഇപ്പോൾ ശമ്പളത്തിനും വലിയൊരു സഹായം കൊടുക്കുന്നുണ്ട്. അത് നിരന്തരമായി ചെയ്യാവുന്നൊരു കാര്യമല്ല. അത് സ്വയമായിട്ട് ആ സ്ഥാപനം കുറച്ചുകൂടി മെച്ചപ്പെട്ട് വരും. അല്ലാതെ മുഴുവനും അങ്ങനെ കൊടുക്കുക എന്നുള്ളതല്ലല്ലോ കാഴ്ചപ്പാട്. അത് മെച്ചപ്പെട്ട് വരുമെന്നാണ് കരുതുന്നത്. ഇപ്പം പരമ്പരാഗത വ്യവസായം, പ്രത്യേകിച്ച് കശുവണ്ടി മേഖലയിലടക്കം വലിയ സഹായങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇപ്പോഴും ആ മേഖലയിലടക്കം വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് ബഡ്ജറ്റിനെ ബാധിക്കുന്നത്? ഈ കശുവണ്ടി മേഖലയിൽ നമ്മുടെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചില തീരുമാനങ്ങൾ കൊണ്ടുണ്ടാവുന്ന മാത്രമല്ല, ഈ അന്തർദേശീയമായ സാമ്പത്തിക പ്രതിസന്ധി, ഈ ഉൽപ്പന്നങ്ങളുടെ വില, അതിൻ്റെ മാർക്കറ്റ് തുടങ്ങിയവയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അത് വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഡിമാൻഡ്. ഈ ലോകത്താകെ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പം ജനങ്ങളെ സംബന്ധിച്ചൊരു ലക്ഷറി ഐറ്റമാണ് കശുവണ്ടി പരിപ്പ്. അപ്പം അതിൻ്റെ മാർക്കറ്റിനുള്ളൊരു ഇടിവുണ്ട്, അതൊക്കെ ബാധിച്ചിട്ടുണ്ട്.
എങ്കിലും നമ്മളത് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സഹായിക്കാൻ വേണ്ടി കുറേയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനൊപ്പം മെക്കനൈസേഷൻ വലിയ തോതിൽ ഈ രംഗത്ത് വന്നിട്ടുണ്ട്. മെക്കനൈസേഷൻ ഒരു പ്രശ്നം തന്നെയാണ് തൊഴിൽ മേഖലയിൽ. അപ്പോൾ അതെല്ലാം വരുമ്പം തൊഴിലിൻ്റെ മാത്രം പ്രശ്നമല്ല, അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ഈ വ്യവസായം പോകുന്നൊരു സ്ഥിതി വരും. അതൊക്കെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പരമാവധി തൊഴിൽ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിന് പ്രത്യേക സ്കീമുകൾ കഴിഞ്ഞ പ്രാവശ്യം നടപ്പിലാക്കി. അങ്ങനെ തൊഴിലാളികളെ സഹായിക്കുന്ന നടപടിക്രമങ്ങളുമായിട്ട് തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ആഗോളതലത്തിൽ തന്നെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. നിരവധി മേഖലയിൽ, പ്രത്യേകിച്ച് മലയാളികളടക്കം ആശ്രയിക്കുന്ന IT മേഖലയിൽ നിന്നെല്ലാം വലിയ തിരിച്ചുവിടൽ നടക്കുന്നു. അത്തരത്തിൽ വലിയൊരു തിരിച്ചുവരവോ അല്ലെങ്കിൽ വലിയൊരു യുവാക്കളുടെയോ IT മേഖലയിലെല്ലാം ഒരു പ്രതിസന്ധി ഒരുപക്ഷെ ആരും കാലത്ത് മുന്നിൽ കാണുന്നുണ്ട്. അത്തരത്തിൽ അവരെല്ലാം പുനരധിവസിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാമ്പത്തിക ക്രൈസിസ് വന്നാൽ എങ്ങനെ മറികടക്കും? അത്തരം ആലോചനകൾ എങ്ങനെയാണ് ഇതുവരെ എത്തി? ഈ 100 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ ലോകം നേരിടുന്നതെന്നും ഇനി വരാൻ പോകുന്ന വർഷത്തിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ആ റിപ്പോർട്ടുകൾ ലോകത്താകെ എക്കണോമിസ്റ്റുകൾ പറഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ ഇതേ കാര്യം പറഞ്ഞു. വലിയ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി കുറച്ച് മനുഷ്യനിർമ്മിതവുമാണ്. ഒന്ന് കോവിഡാണ്, 2 യുദ്ധത്തിൻ്റെ അന്തരീക്ഷമാണ്. അതോടൊപ്പം തന്നെ പുതിയ ടെക്നോളജി വന്നപ്പോൾ ജനങ്ങൾക്ക് പരമാവധി ജോലി കൊടുക്കാവുന്ന തരത്തിലേക്ക് ഈ ഡെവലപ്മെൻറ്റിനെയും ടെക്നോളജിയും മാറ്റിയെടുക്കുന്നതിന് പകരം പരമാവധി ആൾക്ക് ജോലി കൊടുക്കാതെ ഒക്കെ മറ്റ് സാങ്കേതികവിദ്യ വഴി മാത്രം ചെയ്യാവുന്ന തരത്തിലേക്ക് ഒരു മാനേജ്മെൻറ്റ് വരുന്നതുകൊണ്ട്, അത്തരൊരു സിസ്റ്റം വരുന്നതുകൊണ്ട് ആളുകളുടെ പർച്ചേസിംഗ് പവർ കുറയും, സ്വാഭാവികമായിട്ടും കമ്പോളം ചുരുങ്ങും. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് വരുന്ന കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മുടെ മാത്രം കൈപ്പിടി നിൽക്കുന്നതല്ല. നമ്മുടെ ഇവിടുന്ന് തന്നെ ജോലി ചെയ്യുന്ന ആളുകൾ ലോക മാർക്കറ്റിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത് പലരും. അപ്പോൾ അതൊക്കെ ബാധിക്കും. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ സിസ്റ്റം തന്നെ കുറച്ച് ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യണം. കേന്ദ്ര ഗവൺമെൻറ് അക്കാര്യത്തിനകത്ത് പരമാവധി സഹായം സംസ്ഥാനങ്ങൾക്ക് ചെയ്യുകയും വേണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാഭാവികമായി മാർക്കറ്റിൽ വിലക്കയറ്റം പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ വിലക്കയറ്റം കുറയ്ക്കും. സ്വാഭാവികം പ്രധാന ഘടകം നികുതി വരുമാനം തന്നെയാണ്. അപ്പോൾ നികുതി വർദ്ധിക്കുമോ, നികുതിയേതര വരുമാനം കണ്ടെത്താൻ മറ്റു മാർഗ്ഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്നീ ചോദ്യങ്ങളെല്ലാം നിൽക്കുന്നുമുണ്ട് പല സ്ഥലത്തും. അപ്പം ഈ നികുതിയേതര വരുമാനവും നികുതി വരുമാനവും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള തരത്തിലുള്ള പ്രക്രിയയിലല്ലാതെ അമിതമായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ല. പക്ഷേ ഏതൊരു സൊസൈറ്റിയിലും സ്വാഭാവികമായിട്ടുള്ള കാലോചിതമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങളല്ലാതെ നമുക്ക് അധികം നികുതിക്കുള്ള സാധ്യത തന്നെ സംസ്ഥാനങ്ങൾക്ക് കുറവാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട നികുതി GST ആണ് ഇപ്പോഴുള്ളത്, സെയിൽ ടാക്സ്. അതെല്ലാം നമ്മുടെ കയ്യിലല്ല ഇപ്പോൾ. മറ്റൊരു ചോദ്യം പ്രധാനമായി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളടക്കം നടപ്പാക്കാൻ പണം ലഭിക്കുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ ഭരണപക്ഷ MLA-മാരുടെ ഭാഗത്തു നിന്ന് തന്നെ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ പ്രതിസന്ധി മുന്നിൽ നിൽക്കുന്നുണ്ടോ? പണം നൽകാൻ കഴിയാത്ത സാമ്പത്തികമായിട്ട് അങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് വലിയ പ്രതിസന്ധിയൊന്നും ഉണ്ടാകുന്ന തരത്തിലേക്കല്ല. ഭരണപരമായ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ വൻ പദ്ധതികളെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് കിഫ്ബിയുടെയും മറ്റും ബോറോയിങ്ങിൻ്റെ കാര്യത്തിനകത്ത് ശ്രമം കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുണ്ട്. ഇപ്പോൾ അതൊന്നും ബാധിക്കാതെ ഏറ്റവും കൂടുതൽ സ്പെൻഡിങ് നടന്ന വർഷമാണ് ഈ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ മാർച്ച് അവസാനമൊക്കെ ഏറ്റവും വലിയ സ്പെൻഡിങ് ആണ്. ഈ വർഷം ഇതുവരെയും നല്ല സ്പെൻഡിങ് ആണ്. എന്നാൽ ഈ കേന്ദ്രത്തിൻ്റെ നിലപാട് കാരണം നമുക്ക് അതൊന്നുമേ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. കേന്ദ്രത്തിൻ്റെ നിലപാട് സംസ്ഥാനത്തിൻ്റെ പണപ്പെട്ടിക്കകത്തേക്ക് വരേണ്ട പണം കട്ട് ചെയ്ത് തരാതിരിക്കുന്ന സമീപനമാണ്. അത് കൂടുതൽ വരാതിരിക്കാൻ കളക്റ്റീവായിട്ട് കേന്ദ്രത്തിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയുള്ള ശ്രമം തന്നെ നമുക്ക് ഒരുമിച്ച് നടത്തണം. ഒരു ചോദ്യം കൂടി അവസാനമായി. എപ്പോഴും ബജറ്റ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രോളുകളിൽ വരുന്നത് മദ്യവില വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത്തവണ അത്തരത്തിൽ മദ്യവില വർദ്ധിക്കുമോ? നേരിട്ടുള്ള ചോദ്യം. ബഡ്ജറ്റിനകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ലല്ലോ. എങ്കിലും ഏതായാലും വലിയ തോതിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമല്ലല്ലോ പൊതുവെ സ്വീകരിക്കുക. അതുകൊണ്ട് ഏതെങ്ങനെയാന്നുള്ളതൊക്കെ അതിന്റെ അവസാന സമയത്തേക്കല്ലേ പറയാൻ പറ്റുള്ളൂ. എന്നാലും വലിയ തോതിൽ ആശങ്കപ്പെടാവുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല നമ്മൾ പൊതുവെ സ്വീകരിക്കുന്നത്. എന്തായാലും കാലോചിതമായി എല്ലാ മേഖലയിലും കാര്യങ്ങൾ വേണം. സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാകണം, ജനങ്ങൾക്ക് സൗകര്യങ്ങൾ കിട്ടണം, വികസനം ഉണ്ടാവണം, പുതിയ അവസരങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അത് എല്ലാം കൂടെ ചേർത്തിട്ടാണ് അതിൻ്റെ ഒരു മാനേജ്മെന്റ്. എങ്കിലും വളരെ നന്ദി ഈ തിരക്കിനിടയിൽ നമ്മളോട് സംസാരിച്ചത്. നന്ദി.
അങ്ങനെ സംസ്ഥാനത്തിന്റെ ബജറ്റ് പ്രതീക്ഷകളാണ് ധനമന്ത്രി ഡോക്ടർ കെ എൻ ബാലഗോപാൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു പരിധിവരെ പറയാവുന്ന മറുപടി. അതെ, അവസാനം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് എല്ലാ കാര്യങ്ങളും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു രസകരമായ അതായത് ബജറ്റിന് എപ്പോഴും ഒരു രഹസ്യ സ്വഭാവമുണ്ട്, സസ്പെൻസ് ഉണ്ട്. ആ സസ്പെൻസ് പെട്ടിയിൽ എന്ത് അല്ലെ, അദ്ദേഹത്തിന്റെ ബാഗിൽ എന്ത് എന്ന് നമ്മൾ എപ്പോഴും ചോദിക്കുന്ന. അപ്പം അതൊരു 3-ാം തീയതിക്കുള്ളിൽ അറിയാം. കുറച്ച് ദിവസത്തെ കാത്തിരിപ്പും കൂടി ഉള്ളു, അതിനുള്ളിൽ അതറിയാൻ പറ്റും. എന്തായാലും ബജറ്റിൽ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകൾ വലിയ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. അതിലൊന്നാണ് ആലപ്പുഴയിലെ കായൽ ടൂറിസം. ഓക്കെ, കായൽ ടൂറിസത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ ആലപ്പുഴയിലെ ജലമലിനീകരണ പ്രശ്നങ്ങൾ വലിയ തോതിലുണ്ട് എന്ന് പറയുന്നു. അതിന് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മുടെ ശരണ്യ സ്നേഹൻ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അവിടെ ഫിനിഷിംഗ് പോയിന്റിന് ഒരു മാലിന്യ പ്ലാന്റ് അവിടെ പണിതിരുന്നു, ഫിനിഷിംഗ് പോയിന്റ്. പക്ഷെ അത് പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങളായി എന്നുള്ളതാണ്. അപ്പൊ അതെന്തുകൊണ്ട് ഇപ്പോഴും അത് നന്നായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അതായത് ഈ പ്രശ്നം കായൽ ടൂറിസത്തിന് തിരിച്ചടിയാവുന്നു എന്നതാണ് ശരണ്യ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് കണ്ട ശേഷം മടങ്ങി വരാം. ദൃശ്യങ്ങൾ കാണുന്നത് ആലപ്പുഴയിലെ പ്രധാന ഹൗസ് ബോട്ട് ടെർമിനലായ പുന്നമടയിലെ ഫിനിഷിംഗ് പോയിന്റ് ആണ്. ആയിരക്കണക്കിന് ഹൗസ് ബോട്ടുകളാണ് ദിവസേന സഞ്ചാരികളുമായി ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. ബോട്ടുകളിലെ കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ സംസ്കരിക്കാൻ ഒരു സംവിധാനവും സർക്കാർ മേഖലയിൽ പുന്നമടയിൽ ഇപ്പോൾ ഇല്ല. ലക്ഷങ്ങൾ മുടക്കി 6 ബ്ലോക്കിൽ പണിത ട്രീറ്റ്മെന്റ് പ്ലാന്റും നിലച്ചിട്ട് വർഷങ്ങളാകുന്നു. ദൈനംദിന മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ നിലവിൽ ഇവിടെ ഉണ്ടെങ്കിൽ പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്ലാന്റ് കഴിഞ്ഞ ഒരു 1-2 വർഷക്കാലമായി അത് പൂട്ടിയിരിക്കുകയാണ്. ചില സ്വകാര്യ വ്യക്തികളുടെയും പിന്നെ കുമരകം DTPC അണ്ടറിലുമുള്ള ചില പ്ലാന്റുകളെ ആശ്രയിച്ചാണ് ഇപ്പം നിലവിൽ ഇവിടെ ഹൗസ് ബോട്ടുകളെല്ലാം തന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബോട്ടുകളുടെ ഫിറ്റ്നസ് ഉൾപ്പെടെ ലഭ്യമാകണമെങ്കിൽ മാലിന്യം നീക്കം ചെയ്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 4000 രൂപ വരെ ചിലവ് വഹിച്ചാണ് ഇപ്പോൾ മാലിന്യം നീക്കം ചെയ്യാനായി കുമരകത്തേക്ക് ബോട്ടുകൾ പോകുന്നത്. തിരക്കുള്ള ദിവസം 5000-ഓളം സഞ്ചാരികൾ എത്തുന്ന പ്രധാന ടെർമിനലിൽ ശുചിമുറികൾ പോലും വൃത്തിഹീനമാണ്. ഇവിടെ നല്ല തിരക്ക് ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ഒരു 4000 മുതൽ 5000 വരെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. അവർക്ക് അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. ഇവിടെ നല്ല രീതിയിലുള്ള ബാത്റൂം ഫെസിലിറ്റി അതേപോലുള്ളൊരു സൗകര്യം ഇവിടെ ഇല്ല. അതൊരു വലിയൊരു പരിമിതി തന്നെയാണ്. ബഡ്ജറ്റ് വഴി പ്രാഥമിക സൗകര്യങ്ങളെങ്കിലും ഒരുക്കി നൽകുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികളും ഉടമകളും. ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ എത്തുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് ആലപ്പുഴയിലെ ഫിനിഷിംഗ് പോയിന്റ്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ ഇവിടെ വട്ടപൂജ്യമാണ്. ഇത്തവണയെങ്കിലും മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ മേഖലയിലുള്ളവർ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം പുന്നമടയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. അതാണ് ആലപ്പുഴയുടെ കായൽ പ്രതീക്ഷകൾ അല്ലെ, കായൽ ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകൾ. അതെ, തീർച്ചയായിട്ടും ആ ഒരു മാലിന്യ പ്ലാന്റ് വീണ്ടും നന്നായി തന്നെ വന്നാൽ മാത്രമേ അവിടെയുള്ള ഈ വികസന പ്രവർത്തനങ്ങൾ അടക്കം നന്നായി പോവുകയുള്ളൂ അല്ലെ. ഒരുപാട് സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് ആലപ്പുഴ. അപ്പൊ ഞങ്ങൾ തുടക്കത്തിൽ നിന്ന വാർ മെമ്മോറിയലിന്റെ പിറകുവശത്തേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെയും ചടങ്ങുകൾ നടക്കുന്ന ഇടമാണ്. മനോഹരമായി സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാർഗിൽ വിജയ് ദിവസം, അതായത് സൈന്യത്തിന്റെ വലിയ വിജയങ്ങൾ ഉണ്ടായ ദിവസം ഇവിടെ പ്രത്യേക പരിപാടികൾ നടക്കാറുണ്ട്. അന്ന് ഇവിടേക്ക് മാധ്യമങ്ങൾക്കും പ്രവേശനം നൽകാറുണ്ട്. ഇവിടെ പതാക ഉയർത്തൽ അങ്ങനെയുണ്ട്. സൈന്യത്തിന്റെ പ്രത്യേകമായ ഓർമ്മപ്പെടുത്തൽ, അവരുടെ മറ്റു ചടങ്ങുകളൊക്കെ നടക്കുന്ന ഒരു പ്രധാന ഇടം കൂടിയാണ്. ഇതിന്റെ ഈ വാർ മെമ്മോറിയലിലേക്ക് കയറി വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, ബാഷ് ഓൺ റിഗാർഡ്ലെസ്, അതായത് പരിഗണിക്കാതെ ആഞ്ഞടിക്കുക. അവരുടെ ഒരു നമ്മളെ എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന ആ വാക്കുകളാണ് ആർമിയുടെ. ഒപ്പം ഈ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ നിലവിൽ വന്നതിനും വലിയ കഥകളൊക്കെ ഉണ്ട്. കാരണം രാജഭരണകാലത്ത് അന്നത്തെ രാജാവിൻ്റെ സൈന്യം, ആ രാജാവിൻ്റെ സൈന്യം പിന്നീട് ജനാധിപത്യ ഭരണകാലത്ത് അത് പുതിയ രൂപം മാറിയപ്പോഴും ഈ അന്നത്തെ സൈന്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തുക പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനും ഇവിടെ ഒരു റെജിമെൻ്റ് സംവിധാനങ്ങളും ഒക്കെ നിലവിൽ വന്നതിന് കാരണവും അത് തന്നെയായിരുന്നു അന്ന്. അപ്പം വളരെ വിശേഷപ്പെട്ട ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഒരു ഇടത്ത് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്തായാലും അതിലേക്കൊക്കെ മടങ്ങി വരാം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന റിപ്പബ്ലിക് ഡേ ദിനം പരേഡൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വരാം. ആ കാഴ്ചകളിലേക്ക് വരുന്നതിന് ഒരു ചെറിയ ഇടവേള.
ഡോക്യുമെന്ററി വിവാദത്തിൽ അനിൽ ആന്റണി കോൺഗ്രസിലെ സ്ഥാനങ്ങൾ രാജിവെച്ചു. ട്വിറ്ററിലൂടെയാണ് രാജിപ്രഖ്യാപനം നടത്തിയത്. ബിബിസിയുടെ ഡോക്യുമെന്ററി രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരാണെന്ന നിലപാടിൽ ഉറച്ചുനിന്നുകൊണ്ടാണ് രാജിപ്രഖ്യാപനം. നേതൃത്വത്തിന് ചുറ്റുമുള്ള ഉപജാപക വൃന്ദം മാത്രമാണ് ശരിയുടെ മാനദണ്ഡമെന്നും കത്തിൽ വിമർശനമുണ്ട്. നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഏറെ ആലോചിച്ചെടുത്തതാണ് രാജി തീരുമാനമെന്നുമാണ് അനിൽ ആന്റണിയുടെ പ്രതികരണം. I'm joined by Anil Anthony, sir. ഞങ്ങളോട് സംസാരിക്കാൻ നന്ദി. ഇന്നലെ സർ സപ്പോർട്ടിലാണ് വന്ന BBC ഡോക്യുമെന്ററിയിൽ. ഇന്ന് റിസൈൻ ചെയ്തു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന്. എന്താണ് കാരണങ്ങൾ? എന്താണ് വാട്ട് ട്രിഗർഡ് യു? ഞാനൊരു രാവിലെ ഒരു രാജിക്കത്ത് കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വത്തിനും കൊടുത്തിട്ടുണ്ട്, സംസ്ഥാന നേതൃത്വത്തിനും കൊടുത്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു 24 മണിക്കൂറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് ഞാൻ വളരെ ഇനോക്യസ് ആയിട്ട് വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു ട്വീറ്റ് ചെയ്തത്. അത് ട്വീറ്റിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. കോൺഗ്രസിൻ്റെ ഒരു നയത്തെയും ഞാൻ വിമർശിച്ചിട്ടില്ല. കോൺഗ്രസിൻ്റെ ഒരു നയത്തിനെതിരെ ഞാൻ പറഞ്ഞിട്ടില്ല. ആകപ്പാടെ പറഞ്ഞിട്ടുള്ളത് രാജ്യത്തിൻ്റെ കോറായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ, ഇപ്പം അഖണ്ഡതയായാലും രാജ്യത്തിൻ്റെ പരമാധികാരമായാലും ഇതിനൊന്നും മുകളിൽ മറ്റൊരു കാര്യം മറ്റാരും കയ്യേറാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് നല്ലതല്ല. അതൊരു നല്ല പ്രവണതയല്ല. ഇത്രയും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് കഴിഞ്ഞ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ കോൺഗ്രസ് ഇത് വളരെ നിരാശാജനകമായ ഒരു എൻവയോൺമെൻ്റാണ്. അതായത് പലയിടത്തുനിന്നും വിളിച്ചിട്ട് ആ ട്വീറ്റ് പിൻവലിക്കണം, അല്ലെങ്കിൽ ഈ ട്വീറ്റ് പറയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഇതിനെതിരെ ഞാൻ തിരുത്തി പറയണമെന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേര് വിളിച്ചു. ഇന്ന് ഞാൻ പേരുകളൊന്നും പറയത്തില്ല. പക്ഷെ മറ്റൊരു സമയം ഞാൻ അതും ചിലപ്പോൾ രണ്ടിടത്തുനിന്നും ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ക്ലാരിഫിക്കേഷൻ വളരെ വ്യക്തമായിട്ട് ഞാൻ കൊടുത്തു. ഞാനത് ചെയ്യത്തില്ല എന്നും പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് വാളിലെ ഒന്നും ഞാൻ ഡിലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പോയി വളരെ വ്യക്തമായിട്ട് നോക്കാം. കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു 12-15 മണിക്കൂറുകളായിട്ട് പലരും വന്ന് ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. വളരെ സംസ്കാരശൂന്യമായ ഭാഷയിൽ വളരെ അസഭ്യപരമായ ഒരുപാട് കാര്യങ്ങൾ ഒന്നൊന്നായി എഴുതുന്നു. അതുപോലെ കോളുകൾ വരുന്നു, വാട്സാപ്പ് മെസ്സേജുകൾ വരുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ആരാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷേ ഇങ്ങനെ ഇപ്പം ഇവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറയുമ്പോഴത്തേനും ഇതുപോലെ തെറി വിളിച്ചും അസഭ്യം പറഞ്ഞും ഇങ്ങനത്തെ ഒരു സംസ്കാരശൂന്യമായ രീതിയിൽ ഇതുപോലെ ആൾക്കാരെ കൊണ്ടു നടക്കുന്ന ഒരു രീതിയിലേക്ക് ഈ കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചു പോയതിൽ ഒരുപാട് വിഷമമുണ്ട്. അത് കാരണം ഇങ്ങനെ പല കാര്യങ്ങൾ കാരണമാണ് ഞാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് വളരെ ബോധ്യത്തോടെ ഞാൻ രാജിവെക്കുന്നത്. കാര്യം ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് 3 വർഷം മുൻപാണ്. അതിനു മുൻപ് ഞാൻ 2017 ഗുജറാത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പ്രവർത്തിച്ച് തുടങ്ങിയത്. അത് ദേശീയ കോൺഗ്രസ് അധ്യക്ഷൻ സോണിയാഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം നേരിട്ട് എന്നോട് പറഞ്ഞ കാരണമാണ് ഞാൻ 2017 ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞ് 2019 ബഹുമാനീയനായ അന്നത്തെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറും അതുപോലെ ഡോക്ടർ ശശി തരൂരും അവർ പറഞ്ഞ കാരണമാണ് ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയത്. അന്ന് നമ്മൾ ഇതിനകത്ത് വളരെ നല്ലൊരു സിസ്റ്റവും വളരെ നല്ല വർക്ക് എത്തിക്സും പ്രൊഫഷണലിസവും ഉള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി. അത് ഇങ്ങനത്തെ ഒരു രീതിയിൽ അധപ്പതിച്ചു പോയതിലും എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അച്ഛനെ അറിയിച്ചോ തീരുമാനം? ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ് അച്ഛന് ഈ തീരുമാനത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് കാണുമോ? എനിക്കറിയത്തില്ല. കാര്യം അദ്ദേഹം ഇപ്പോൾ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കാൻ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാരണം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല ഈ കാര്യം. BJP പറയുന്നു ഇതൊരു ഉദാഹരണമാണ് കോൺഗ്രസിന്റെ ഇൻടോളറൻസിൽ. അതിനെന്ത് പറയുന്നു? BJPയുമായിട്ട് എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അവർ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് വിഷമത്തോടെ പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അനിൽ ആന്റണിയുടെ അഭിപ്രായം തള്ളി ശശി തരൂർ. ഡോക്യുമെന്ററി ഇന്ത്യയുടെ പരമാധികാരത്തെയോ സുരക്ഷയോ ബാധിക്കില്ല. എന്നാൽ ഡോക്യുമെന്ററി വിലക്കിയതിനെ അംഗീകരിക്കുന്നില്ലെന്നും തരൂർ പറഞ്ഞു. സുപ്രീംകോടതി തീരുമാനം പറഞ്ഞ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമില്ല. വിഷയം ഇത്ര വലുതാക്കേണ്ടിയിരുന്നില്ലെന്നും തരൂർ പ്രതികരിച്ചു. എനിക്ക് പ്രത്യേകിച്ച് ഈ അഭിപ്രായത്തിൽ യോജിപ്പൊന്നുമില്ല. പക്ഷെ അനിലൊരു നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ച് നോക്കിയിട്ട് എന്താ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതാണ്. ഇപ്പോൾ ഒരു സെക്കൻഡ് പാർട്ടും വന്നിട്ടുണ്ട്. അത് ഈ കാലത്തെ കുറിച്ചൊരു കറന്റ് അഫയേഴ്സിന്റെയാണ്. അതിലും വീണ്ടും ഒരു തർക്കം വരാനുള്ള സാധ്യത ഉണ്ടാവും വിചാരിക്കുന്നു. ആ സെക്കൻഡ് റിപ്പോർട്ട് ഇപ്പോൾ 4-5 വർഷമായിട്ട് ഭാരതത്തിൽ നടക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ചാണ് അവർ പറയുന്നത്. ഇനി ആർക്കാ പറയാൻ സാധിക്കുക? അവർക്കത് പറയാൻ അവകാശമില്ല എന്ന്. അവർക്ക് അവകാശമുണ്ട്. നമ്മൾക്കതിനെ കാണാനോ ഇഷ്ടപ്പെടാതിരിക്കാനോ നമ്മൾക്കും അവകാശമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും കൊടുക്കണം. അതാണ് നമ്മുടെ ഭരണഘടനത്തിൽ എഴുതിയിരിക്കുന്നത്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച് എല്ലാവർക്കും ഉണ്ട്.
വിവാദ ഡോക്യുമെന്ററി ഉയർത്തി വലിയ രാഷ്ട്രീയ നീക്കത്തിനൊരുങ്ങിയ കോൺഗ്രസിന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് അനിൽ ആന്റണിയുടെ വിമത നീക്കം. ഡോക്യുമെന്ററി വിഷയത്തിൽ ബിജെപി നിലപാടാണ് ശരിയെന്ന് ആവർത്തിക്കുന്ന അനിൽ പാർട്ടി നേതൃത്വത്തെയും കുറ്റപ്പെടുത്തിയാണ് പദവി ഒഴിഞ്ഞത്. രാജിക്ക് ശേഷം സജിത്ത്, നമ്മളിനി പോകുന്നത് മലപ്പുറത്തേക്കാണ്. അവിടുത്തെ ഒരു കഥകളി വിശേഷത്തിലേക്കാണ്. കഥകളി അരങ്ങിൽ കൃഷ്ണവേഷത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് കോട്ടയ്ക്കൽ കാവതി കളത്തെ ഹസ്രത്ത് മറിയം. അതെ, വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ ഈ കഥകളിയിൽ തന്നെ അരങ്ങേറ്റം കുറിച്ച ഈ ഹസനത്തിന്റെ ഇരട്ട സഹോദരി ഷഹനത്ത് മറിയം കൂടി ബാലഭദ്രനായും ഒപ്പം വേദിയിലുണ്ട് എന്നതാണ് അതിന്റെ പ്രത്യേകത. ഇന്ന് 7 മണിക്ക് കോട്ടയ്ക്കൽ വിശ്വംഭര ക്ഷേത്രത്തിൽ കർണശപഥം പുറപ്പാടിലാണ് ഹസ്നത്ത് അരങ്ങേറ്റം കുറിക്കുന്നത്. CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. ഒപ്പം ഹസ്നത്തിന് എല്ലാവിധ ആശംസകളും. കോട്ടയ്ക്കല് ആയുർവേദശാലയില് ഇന്നൊരു കഥകളിയുണ്ട്, കർണപഥം പുറപ്പാട്. അതിലെന്താ പ്രത്യേകത എന്ന് ചോദിക്കണ്ട, അതിലൊരു പ്രത്യേകതയുണ്ട്. അതില് ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടുന്നതും ബലഭദ്രന്റെ വേഷം കെട്ടുന്നതും 2 മിടുക്കികളാണ്, ഷഹനത്തും ഹസനത്തും. കോട്ടയ്ക്കൽ ആയുർവേദശാലയിൽ തന്നെ ജീവനക്കാരനായ ഹസൻകുട്ടിയുടെയും ഷക്കീൽ ടീച്ചറുടെയും മക്കളാണ് ഇവര്. എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ ആയാലോ? അതെ, ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഇപ്പൊ ഇന്ന് പോണം അരങ്ങേറും. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. അതോടൊപ്പം കളിക്കുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തോർത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കളിക്കുമ്പോൾ എത്രയും പെർഫെക്റ്റ് ആയിട്ട് കളിക്കണം എന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഇതിലൊക്കെ നിൽക്കുകയാണ്. കൃഷ്ണന്റെ വേഷമാണ് കിട്ടുന്നത് അല്ലേ? അതെ, കൃഷ്ണന്റെ വേഷമാണ് ഇവള്, ബലഭദ്രന്റെ വേഷമാണ് ഇവള്. അരങ്ങേറ്റം ഓൾറെഡി കഴിഞ്ഞതാണ്. ഇന്ത്യയാണ് അരങ്ങേറ്റം. അതുകൊണ്ട് അരങ്ങേറും സാധാരണയായിട്ട് എല്ലാവരും കൃഷ്ണവേഷമാണ് എടുക്കാറ്. അപ്പോൾ ഇന്ത്യ കൃഷ്ണനും ബലഭദ്രനായിട്ട് അങ്ങനെ ചെയ്യാണ്. എന്തുകൊണ്ടാ കഥകളിയിൽ ഒരു താല്പര്യം വരാനുള്ള? 4ാം ക്ലാസ്സിൽ വെച്ചിട്ടൊരു പാടുണ്ടായിരുന്നു കഥകളിനെ കുറിച്ചിട്ട്. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ ഒഫീഷ്യലായിട്ട് 2 സ്ഥലത്ത് പഠിപ്പിക്കുന്നതായിട്ടായിരുന്നു. ഒന്ന് കലാമണ്ഡലം, ഒന്ന് ഇവിടെ അടുത്ത് PSC. അപ്പൊ അതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കോട്ടയ്ക്കലിൽ തൊട്ടടുത്ത് തന്നെ ഒരു കഥകളി നാട്യസംഘം ഉണ്ടെന്ന്. അപ്പൊ അവിടെ ഉണ്ടെന്ന് യാദർശികമായിട്ട് അവിടെ ദിവസം പോവാൻ ഒരു അവസരം കിട്ടി. അപ്പോഴും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ എത്തിപ്പെടുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ വീട്ടിലൊന്നും പറഞ്ഞപ്പോൾ അവിടെ ഒരു കല എന്നുള്ളതിനപ്പുറം ഒരാരും വേറെ ഒന്നും അതിൽ കരുതിയില്ല. അപ്പോൾ പറയാനുള്ളൊരു താമസം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആദ്യം അവൾ ജോയിൻ ചെയ്തു. അതിനെ തുടർന്ന് പിന്നെ അടുത്ത വർഷം ഞാനും ജോയിൻ ചെയ്തു. അരങ്ങേറ്റായി. പഠിക്കുന്ന സമയത്തോ എപ്പോഴെങ്കിലും വല്ല ആരെങ്കിലും ഇതൊക്കെ എന്തിനാ പഠിക്കുന്നതൊക്കെ ചോദിക്കേണ്ടായിരുന്നോ? അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കോട്ടയ്ക്കലാണല്ലോ, അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംസാര വിഷയം വന്നിട്ടില്ല. അതിനെല്ലാവരും ഒരു കലയെ കണ്ടും സന്തോഷം. നാട്ടുകാരാണെങ്കിലും വീട്ടുകാരെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇനി എന്നാ അടുത്ത് കയറണേന്നൊക്കെയായിരുന്നു അരങ്ങേറ്റം കഴിഞ്ഞെന്ന് ചോദിച്ചായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കോട്ടയ്ക്കലായതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമായിരിക്കും അല്ലേ? എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള ഒരു വഴികൾ? അതല്ല, അത് കുട്ടികളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടികൾ വന്ന് ചോദിച്ചു ഞങ്ങൾക്ക് കഥകളി പഠിക്കാൻ ഒരു അവസരം കിട്ടുമെന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങളുടെ ഫാക്ടറി മാനേജറായിരുന്ന രമേശ് സാറോട് ചോദിച്ചു. രമേശ് സാർ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്കതിന് ശ്രമം നടത്താം, നമ്മുടെ സ്ഥാപനം തന്നെയല്ലേ എന്ന് പറഞ്ഞു. സാറിന്റെ ശ്രമഫലമായിട്ടാണ് ഷഹനത്തിന് അവിടെ അഡ്മിഷൻ കിട്ടിയത്. അടുത്ത വർഷം തന്നെ അസ്നത്തിനും അവിടെ കിട്ടി. പിന്നെ അതിലെടുത്ത് പറയേണ്ടത് ഹരിദാസനാശാന്റെ പേരാണ്. കാരണം സാറാണ് ഞങ്ങളെ അതിലേക്ക് പിടിച്ചു കൊണ്ടുപോയിട്ട് അവിടെ നിലനിർത്താനും അതിനൊരു സപ്പോർട്ട് തരാനും ഉണ്ടായിട്ടുള്ള ഒരിത്. സുധീറാശാനും പിന്നെ അവരെ പഠിപ്പിച്ച് എന്താ പറയുക സ്റ്റേജിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സാറും നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കുട്ടികളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ ആദ്യം എന്താ തോന്നുന്നു? ഞങ്ങൾ അതിലൊരു കലയായിട്ടാണ് കാണുന്നത്. അപ്പോൾ പണ്ടേ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ഈ ഭരതനാട്യം അങ്ങനത്തെ കലകളോട് ഭയങ്കര താല്പര്യമുള്ളതാണ്. അപ്പോൾ അന്ന് നമുക്ക് അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ മക്കള് പറഞ്ഞപ്പോൾ സന്തോഷമാണ് തോന്നിയത്. അപ്പോൾ അന്വേഷിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായില്ല, കിട്ടി.
വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കൃഷ്ണനായിട്ടും ബലഭദ്രനായിട്ട് വേഷം കെട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ പേരെങ്കിലും നെറ്റി ചുളിക്കുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ വന്നിരുന്നു? ഇല്ല, നമ്മൾ അതിനൊരു കലയായിട്ടേ കാണുന്നുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ബാക്കിയുള്ളവരൊന്നും അതിനെക്കുറിച്ച് കണ്ടില്ല. പിന്നെ പ്രത്യേകിച്ച് അസനത്ത് ഷാനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട കുട്ടികളായിട്ടാണ് എല്ലാവരും പറയാറുള്ളത്. അതുകൊണ്ട് ആരും അങ്ങനെ നെറ്റി ചുളിച്ചതായിട്ടോ അല്ലെങ്കിൽ മോശ അഭിപ്രായമൊന്നും വന്നിട്ടില്ല. അങ്ങനൊരു പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല. അരങ്ങേറ്റത്തിന് ശേഷം പരിശീലനം തുടരണല്ലേ? തുടരണം. അങ്ങനെ ആഗ്രഹമില്ല. ഇനി ഒരു പദമൊക്കെ ചെയ്ത് ഇപ്പൊ പുറപ്പാടാണല്ലോ, ചെന്നൈ പദമൊക്കെ ചെയ്ത് അങ്ങനെ ഒരു അരങ്ങേറ്റം മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹം. വലിയൊരു യാത്രയുടെ ആദ്യത്തെ ചുവടാണല്ലോ ഇന്ന് വെക്കാൻ പോകുന്നത്. എന്താണ് മനസ്സിലുള്ളൊരു പ്രതീക്ഷയും സ്വപ്നവും? എന്താ പറയാ, ഒട്ടും പ്രതീക്ഷിച്ചല്ല ഇവിടെ വരെ എത്തുന്നു. പക്ഷെ അരങ്ങേറ്റായി, ഇനി അതിന് മേലെ മേലെ പോകണം. ലവകുശന്മാരുടെ പദം ചെയ്യണം എന്ന് വലിയ ആഗ്രഹമാണ്. അവരും ജീവിതത്തിൽ ഇതുപോലെ സഹോദരങ്ങളായിട്ട് ഉള്ളൊരു, അപ്പോൾ ഞങ്ങൾ ഇരട്ടക്കുട്ടികളാണ്, അങ്ങനെ ചെയ്യുന്ന ഒരു രസമാണ്. അപ്പോൾ അതും പിന്നെ തുടർന്നുള്ള പീരിയഡിലുള്ള പദങ്ങളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അത് അങ്ങനെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു എക്സൈറ്റ്മെന്റിനോട് പഠിക്കുന്നതായിരിക്കും. ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് സ്വീകരിക്കാനുള്ള ഒരു ആലോചന അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടോ? പഠിത്തത്തിലും കൂടുതൽ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അതും ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം. രണ്ടും ഒരേ പാരലായിട്ട് രണ്ടും ഒരുമിച്ച് പോകണം. കഥകളിയോടൊരു കൂടുതൽ ഇഷ്ടം കൂടിക്കൂടി വരികയാണ് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും. അതിനോട് ഇഷ്ടം കൂടി വരുന്നത്. അത് രണ്ടുപേർക്കും IAS ആവാനാണ് ആഗ്രഹം. അതെ, രണ്ടും കൈവിടരുത്, രണ്ടും ഒപ്പം ഇങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. കലയുടെ ഇതാണെങ്കിലും ഇനിയിപ്പം പഠിക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ടോ സ്കൂളിൽ? സമയത്തിനൊന്നും പ്രശ്നമില്ല. സാധാരണ വൈകുന്നേരമാണ് ഉണ്ടാവാറ്. അപ്പോൾ അരങ്ങേറ്റത്തോടനുബന്ധിച്ച് രാവിലെ ഉണ്ടാവും. അപ്പോൾ സ്കൂളിൽ പോകണ മുന്നേ പിന്നെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ടും അതിന് വേണ്ടി രാത്രിക്ക് സമയം ഉണ്ടല്ലോ പഠിക്കാമല്ലോ. പഠിക്കണേനൊന്നും തടസ്സമല്ല. ഇല്ല, 9ാം ക്ലാസ്സിലാണ്. അതെ അതെ. പഠനം ഇതുമായിട്ട് ഇല്ല, 10ാം ക്ലാസ് വരുമ്പോൾ ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അതിപ്പോ ഇതിന് മാത്രമല്ല, കലോത്സവത്തിനും പങ്കെടുക്കാറുണ്ട്. അതിലാണെങ്കിലും ശാസ്ത്രമേളയിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ റിക്കവർ ചെയ്തെടുക്കുന്നു ഒക്കെ അവർക്ക് അറിയാം. അപ്പോൾ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഭയങ്കര സപ്പോർട്ടാണ് ഞങ്ങൾക്ക്. അപ്പോൾ അതൊരു ടെൻഷനല്ല. എന്താണെങ്കിലും ഇന്ന് വളരെ കാത്തിരിക്കുന്ന ദിവസമാണ്. എന്താണ് പാരന്റ്സിന് ഈ സ്വപ്നം ആണല്ലോ? ഇന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ ആ സമയമാവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. മക്കള് നന്നായിട്ട് രണ്ടുപേരും കൂടി ആദ്യമായിട്ട് സ്റ്റേജിൽ കയറില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. നന്നായി കളിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അതെ, രണ്ടാളും കൂടി സ്റ്റേജ് കാണുക എന്നുള്ളത് തന്നെയാണ് വലിയ സന്തോഷം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. കലയായി മാത്രം കണ്ട് അതിനെ സ്നേഹിക്കുക, അതിനുവേണ്ടി ജീവിക്കുക. ഒപ്പം വലിയ സ്വപ്നങ്ങളും ഈ സഹോദരിമാർക്കുണ്ട്. എന്നാണെങ്കിലും ഇന്നത്തെ ദിവസം ഇവരുടെ ജീവിതത്തിൽ അവിസ്മരണീയമായിരിക്കും. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, News 18. അശ്വതി നേരത്തെ സൂചിപ്പിച്ചെങ്കിലും ഹസനത്ത് മറിയത്തിന് എല്ലാവിധ ആശംസകളും. അപ്പൊ ഷാനത്ത് നേരത്തെ വന്ന് കയറിയിട്ടുള്ളതാണെങ്കിലും ഇന്ന് ബലഭദ്രനായിട്ട് എത്തുന്നുണ്ട്. അപ്പൊ രണ്ടുപേർക്കും ഞങ്ങളുടെ News 18 കേരളത്തിന്റെ വക ആശംസകൾ. ഇനി നമ്മൾ പോകുന്നത് ഒരു കല്യാണ വിശേഷത്തിലേക്കാണ് അല്ലെ. ഈ ആഡംബരങ്ങളുടെ കല്യാണം നടത്തുന്നത് ഇപ്പോൾ പതിവ് കാഴ്ചയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തന്റെ കല്യാണത്തിന് എന്ത് ഇന്നോവേറ്റീവായി ചെയ്യാമെന്ന് ആലോചിച്ച് ആര്യ ആർ നായർ എന്ന കൂരോപ്പട സ്വദേശി, കോട്ടയം കൂരോപ്പട സ്വദേശിയാണ് ആര്യ ആർ നായർ. 20 കുട്ടികൾക്ക് അത് പഠനത്തിനും അവരുടെ സൗകര്യം ഒരുക്കിയാണ് ആര്യ നായർ ശ്രദ്ധേയമാകുന്നത്. ആര്യ ചെറിയ ആളല്ല, ഇന്ത്യൻ റവന്യൂ സർവീസിലെ അസിസ്റ്റന്റ് കമ്മീഷണറാണ്. അതെ, ഗുജറാത്തിൽ IPS ഉദ്യോഗസ്ഥനായ ശിവമാണ് ആര്യയെ വിവാഹം കഴിക്കുന്നത്. രണ്ടുപേരുടെ വിവാഹം നാളെയാണ് നടക്കുന്നത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ആശംസകളൊപ്പം അവരൊരു മാതൃക കൂടിയാണ് കാട്ടിയിരിക്കുന്നത്. കോളേജ് പഠനകാലത്ത് മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ആഗ്രഹമാണ് ആര്യ സ്വന്തം വിവാഹത്തിലൂടെ സഫലമാക്കുന്നത്. ആഡംബരമുണ്ടാകില്ല എന്ന് മാത്രമല്ല, 20 കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവാണ് ഇവർ ഏറ്റെടുക്കുന്നത്.
ആക്ച്വലി ഞാൻ കോളേജ് ടൈം തൊട്ടേ ഇങ്ങനെ ഒരു ഡിസിഷനിലെത്തി. അതിനൊരു റീസൺ എന്ന് പറഞ്ഞാൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൻ്റെ ഒരു സ്റ്റഡി കാണാനിടയായി. അതായത് ഇന്ത്യയിലെ കടബാധ്യതയുടെ പ്രധാന പങ്കിൽ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സോഷ്യൽ ഫങ്ഷൻസിന് വേണ്ടിയുള്ള കടമെടുക്കലാന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ അതിനൊരു ചെറിയ മാതൃകയാവാൻ പറ്റുവാണെങ്കിൽ. പക്ഷേ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മളത് ചെയ്താൽ അതിന് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ സിവിൽ സർവീസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് പേരെങ്കിലും മാറി ചിന്തിച്ചാൽ അതൊരു വലിയ കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ. ഗുജറാത്തിൽ IPS ഉദ്യോഗസ്ഥനായ ശിവവും ആര്യയുടെ ആഗ്രഹങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി. അച്ഛനും അമ്മയും കൂടി പിന്തുണച്ചതോടെ ആര്യയ്ക്കും ഇരട്ടി സന്തോഷം. അച്ഛനൊക്കെ എപ്പോഴും പറയായിരുന്നു, ഇത്രയും ഫ്രണ്ട്സിൻ്റെയും മക്കളുടെയൊക്കെ കല്യാണത്തിന് പോയിട്ട് എൻ്റെ മോളുടെ കല്യാണം ഇങ്ങനെയാണ് നടത്തുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാനിതിന് പുറയിലെ റീസൺസും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. എൻ്റെ അച്ഛനാണ് സ്പെഷ്യൽ മാരേജ് ആക്ടിന് നിങ്ങൾക്കറിയാലോ 30 days മുമ്പ് നോട്ടീസ് കൊടുക്കണം. അപ്പോൾ അത് അച്ഛനാണ് കൊണ്ടുപോയി കൊടുത്തതും ഒക്കെ. അപ്പം ഭയങ്കര സപ്പോർട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട്. മകളുടെ ആഗ്രഹത്തെ സമൂഹം ഇത്രയധികം പിന്തുണയ്ക്കുമെന്ന് കരുതിയില്ലെന്ന് അച്ഛൻ രാധാകൃഷ്ണൻ നായരും അമ്മ സുജാതയും പറയുന്നു. ഫുൾ സപ്പോർട്ടിലായിരുന്നു. കാരണം നമ്മൾ വേണമല്ലോ ആ സമൂഹത്തിനൊരു മോഡലാകേണ്ടത്. കാരണം ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും മുന്നോട്ട് വരുമ്പോഴാണല്ലോ മൂന്നാമതൊരാൾക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യം വരും, അതിനെക്കുറിച്ച് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുക. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും വളരെ സപ്പോർട്ടീവായിരുന്നു. മോനും അതായിരുന്നു. നാളെ പാമ്പാടി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചാണ് ആര്യയും ശിവവും തമ്മിലുള്ള വിവാഹം. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. അപ്പൊ നമ്മൾ പോകുന്ന ഇനി ഒരു ചക്ക വിശേഷത്തിലേക്കാണ്. അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. അതെ, ഇപ്പം പ്ലാവ് കൃഷി നടുക, അത് വിളവെടുക്കുക, അങ്ങനെ ഒരു ട്രെൻഡായി മാറുന്ന കാലമാണ്. അതെ, റബ്ബർ മരങ്ങൾക്ക് പകരം പ്ലാവ് നട്ട് ഒരു കർഷകൻ വിജയിച്ചിരിക്കുകയാണ്. സലീം കോട്ടമൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മലപ്പുറം സ്വദേശിയാണ്. 8 ഏക്കറോളം സ്ഥലത്താണ് അദ്ദേഹം വിപുലമായ രീതിയിൽ ഇത്തരത്തിൽ പ്ലാവ് കൃഷി നടത്തി 12 മാസവും വിളവെടുക്കുന്നത്. ആ കാഴ്ച കാണാം. നമ്മുടെ പാലയിൽ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്. അവിടെ പോയപ്പോൾ അവന് ഇതേമാതിരി ചെയ്തുകൊണ്ട് ഞാൻ കുറേ വർഷം മുമ്പാണ്. അങ്ങനെ വന്ന് നമ്മുടെ വേറൊരു ഫ്രണ്ട് വിയറ്റ്നാമിൽ പോയി ഇതിനെപ്പറ്റി ഒന്നും കൂടി ഗവേഷണം നടത്തി. അവർ ഇതിൻ്റെ വാല്യൂ അഡീഷൻ സാധനം മാത്രമേ അവിടെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് ചക്ക ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ ഐഡിയ വന്നു, ഞാൻ ഈ ഫീൽഡിലേക്ക് നോക്കി. ഇത് നമുക്ക് 10x10 വെക്കും. നമുക്ക് 400 എണ്ണം വെക്കാം. പിന്നെ 10 മാസം നമുക്ക് വിളവ് കിട്ടും. ആകെ 2 മാസം നമുക്ക് വിളവ് കിട്ടാതെ നിൽക്കുള്ളൂ. ബാക്കി 10 മാസം നമുക്ക് വിളവ് കിട്ടും. നമ്മളിത് സീസണിൽ നമ്മൾ കഴിപ്പിക്കില്ല, ഓഫ് സീസണിൽ നമ്മൾ കഴിക്കും. റബ്ബർ മുറിച്ചിട്ടാണ് ഞാൻ വെച്ചത്. കാരണം ഇത് ഭാവിയിലൊരു ഫുഡ് അഡീഷണൽ ഫുഡായിട്ട് വരും. നമുക്കിപ്പോൾ കപ്പയൊക്കെ കഴിക്കണില്ലേ, എന്ന മാതിരി ഇത് കോവിഡ് വന്നപ്പോൾ ഞാൻ ഒന്നും കൂടി അതിനെപ്പറ്റി തിങ്ക് ചെയ്തു. ഇപ്പോഴത്തെ നോക്കണ്ട, ഭാവിയിൽ ഇതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും ചക്ക. 101% ഉറപ്പാണ്. നാട്ടുകാർ തനി ഭ്രാന്തനാണ് ഒരു തലക്ക് വെളിവില്ല. ഇപ്പം ഒന്നും കൂടി വെളിവ് പോയിക്കണമെന്ന് പറഞ്ഞു. ഇത് ഹൈറ്റ് വളരും, പക്ഷേ നമ്മളത് അറസ്റ്റ് ചെയ്ത് നിർത്തും. ഒരു 14 ഫീറ്റിൽ നമ്മൾ അറസ്റ്റ് ചെയ്ത് നിർത്തും. ഇത് അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് മുകളിലൊക്കെ ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ പറിക്കാനും കൂയൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ പറിക്കാം കുറച്ച്.
വിപണനം ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഇടിച്ചക്കയാണ് ഇപ്പോൾ കൂടുതൽ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ 2 വർഷമായിട്ടു. ഒരു മൂപ്പത്തുണ്ടെങ്കിൽ ഒരു 2 വർഷം കൂടി കഴിയണം. അപ്പോൾ നമുക്ക് ചക്കയായിട്ട് ഇപ്പോൾ വിപണനം കൊടുക്കുന്നത് ഞാനിവിടെ നമുക്ക് ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്, അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടിച്ചക്ക എക്സ്പോർട്ടാണ്. ഇപ്പോൾ ഞാൻ 5 ഏക്കറിലാണ് കൃഷി ചെയ്തിട്ടുണ്ട്. 5 ഏക്കർ കൃഷി ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കർഷകർക്ക് ഞാൻ പുതിയൊരു ഇത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തൈ നമ്മൾ കൊടുക്കും. അവർ വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തൈ നമ്മൾ കൊടുക്കും. നമ്മൾ ബൈബാക്ക് എടുക്കാനുള്ള പ്ലാനാണ് ഇനി ആസൂത്രണം ചെയ്യുന്നത്. നമ്മുടെ സൊസൈറ്റി, ഞാനൊരു സൊസൈറ്റിയുടെ പ്രസിഡൻറ്റും കൂടിയാണ്. അപ്പോൾ അത് വലിയൊരു കൃഷിൻ്റെ നമ്മളൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. പത്മ പുരസ്കാര നേട്ടം അപ്രതീക്ഷിതമാണ് എന്നാണ് ചരിത്രകാരൻ CI ഐസക് പറയുന്നത്. 7 മലയാളികൾക്കാണ് ഇത്തവണ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. CI ഐസക്കിനും പത്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം വിദ്യാർത്ഥി പരിഷത്ത് കാലം മുതലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവാണ് ഈ ഇത്തരമൊരു അംഗീകാരത്തിന് കാരണമായതെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. സമർപ്പിക്കുന്നത് പ്രത്യേകിച്ച് എന്നെ ഈ നിലയിലെത്തിച്ച പി പരമേശ്വരനിൽ നിന്ന് പേരിൽ ഞങ്ങൾ പരമേശ്വർജി എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന പരമേശ്വർജിയാണ്, സ്വർഗീയ പരമേശ്വർജിക്കാണ് ഈ പുരസ്കാരം സമർപ്പിക്കുന്നത്. ഒപ്പം എനിക്ക് വേദി ഒരുക്കി തന്ന സംഘപ്രസ്ഥാനങ്ങൾക്കും. എൻ്റെ കഴിഞ്ഞ കാല പെർഫോമൻസ് പരിശോധിച്ചിട്ട് അതിനുള്ള കമ്മിറ്റികളൊക്കെ പരിശോധിച്ചതിന് ശേഷം കിട്ടിയതാണ്. അത് മലബാർ കലാപം നടന്നാലും നടന്നില്ലെങ്കിലും എനിക്ക് ഇത് കിട്ടും. കാര്യം ഞാൻ 50 വർഷമായിട്ട് ചരിത്രം, സാമൂഹ്യ ശാസ്ത്രം വിഷയങ്ങളിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പല കുട്ടികൾക്കും ഗവേഷണം സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. അവരൊക്കെ നല്ല നിലകളിലൊക്കെ ആണ് ഇപ്പോഴും ഇരുന്നത്. അപ്പം തീർച്ചയായിട്ടും അതിനെ വേറൊരു ഇതുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പത്മ പുരസ്കാരം ലഭിച്ചതിൽ ഒരു പ്രധാനിയാണ് അപ്പുക്കുട്ട പൊതുവാൾ. അദ്ദേഹം പയ്യന്നൂർ സ്വദേശിയാണ്. ഗാന്ധിയെയും ഖാദിയെയും ഒപ്പം തന്നെ കൂട്ടുപിടിച്ചൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ. ഖാദി പ്രചാരകനാണ് അദ്ദേഹം. സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അതെ, അദ്ദേഹം ഇപ്പോൾ ഉള്ളത് 99-ാം വയസ്സിലും അദ്ദേഹം ഇപ്പോൾ ഉള്ളത് പയ്യന്നൂരിലെ വീട്ടിലാണ്. പരേതരായ കരിപ്പത്ത് കമ്മാര പൊതുവാളുടെയും PP സുഭദ്രാമ്മയുടെയും മകനായി 1923 ഒക്ടോബർ 9 ജനനം. 1930 ഉപ്പു സത്യാഗ്രഹ ജാഥ നേരിട്ട് കണ്ടത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകുന്നതിലേക്ക് നയിച്ചു. 1934 ജനുവരി 12 ഗാന്ധിജിയെ കാണാനും പ്രസംഗം കേൾക്കാനും സാധിച്ചത് ജീവിതത്തിൽ വഴിത്തിരിവായി. 1942 BP ശ്രീകണ്ഠ പൊതുവാളിനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തതോടെ സമരരംഗത്ത് സജീവമായി. സമരസമിതിയുടെ നിർദ്ദേശാനുസരണം പിന്നണിയിൽ പ്രവർത്തിച്ച അദ്ദേഹം വിദ്യാർത്ഥി വിഭാഗത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. 1943 അറസ്റ്റിലായെങ്കിലും തെളിവില്ലാത്തതിന്റെ പേരിൽ തലശ്ശേരി കോടതി വിട്ടയച്ചു. 1944 അഖില ഭാരതീയ ചർക്ക സംഘത്തിന്റെ കേരള ശാഖയിൽ ചേർന്ന് പ്രവർത്തിച്ചു. 1957 K. കേളപ്പൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചതോടെ അപ്പുക്കുട്ട പൊതുവാളും സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഗാന്ധിയൻ പ്രവർത്തനങ്ങളിലും ഖാദി പ്രവർത്തനങ്ങളിലും സജീവമായി. 1947 മുതൽ മദ്രാശി സർക്കാരിന് കീഴിലുള്ള പയ്യന്നൂരിലെ ഊർജിത ഖാദി കേന്ദ്രത്തിന്റെ ചുമതലക്കാരനായും 1962 മുതൽ അഖില ഭാരതീയ ഖാദി ഗ്രാമോദ്യോഗ കമ്മീഷനിൽ സീനിയർ ഓഡിറ്ററായും പ്രവർത്തിച്ചു. 99-ാം വയസ്സിൽ രാജ്യത്തിന്റെ അംഗീകാരം തേടിയെത്തിയതിൽ സന്തുഷ്ടനാണ് അദ്ദേഹം. ന്യൂസ് 18 കാസർഗോഡ്. അപ്പം നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു മലയാളിയുണ്ട്. വയനാട് സ്വദേശിയാണ് ചെറുവയൽ രാമൻ. ചെറുവയൽ രാമന്റെ പ്രത്യേകത, അദ്ദേഹം പ്രശസ്തനാണ്, നേരത്തെയും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ്. അദ്ദേഹം 60-ലധികം പാരമ്പര്യ നെല്ല് വിത്തുകളുടെ സംരക്ഷകനാണ്. ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള ഈ വിത്ത് സംരക്ഷണത്തിന്റെ ദൗത്യം ഏറ്റെടുത്ത വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നേരത്തെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്.
ചെറുവേൽ രാമൻ എന്ന ഗോത്രകർഷകൻ വയനാട്ടുകാർക്കെല്ലാം രാമേട്ടനാണ്. നെൽകൃഷി പോലെ ആർദ്രവും ലളിതവുമാണ് രാമേട്ടന്റെ ജീവിതം. കർഷകനും കൃഷിക്കും സർക്കാർ സംവിധാനങ്ങൾ സംരക്ഷണം നൽകേണ്ടതുണ്ടെന്നും രാമേട്ടൻ പറയുന്നു. സർക്കാരിന്റെ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ മുഴുവനും കർഷകർക്ക് കൊടുക്കണം. അങ്ങനെ കർഷകർ കൊടുത്താൽ മാത്രമേ എനിക്ക് തോന്നുന്നത് സർക്കാർ ജീവനക്കാരിലേക്ക് പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ ഗവൺമെൻറ് തൊഴിലിലേക്ക് മാത്രം ആശ്രയിക്കുന്ന വിദ്യാർത്ഥികളും യുവാക്കളും യുവതികളൊക്കെ ഒരു പരിധി വരെ നമ്മളെ കൃഷിയിലേക്ക് വരാൻ സാധ്യതയുണ്ടാവും. ആദിവാസി വിഭാഗത്തിലെ കുറിച്യ സമുദായാംഗമാണ് രാമേട്ടൻ. പരിമിതികളോട് പൊരുതി 60-ലേറെ തനതു നെൽവിത്തിനങ്ങൾ രാമൻ സംരക്ഷിക്കുന്നുണ്ട്. ചേന, ചേമ്പ്, പച്ചക്കറി വിത്തുകളുടെ സംരക്ഷകനുമാണ് അദ്ദേഹം. 3 ഏക്കർ പാടത്ത് കൃഷിയിറക്കുന്ന രാമൻ പാരമ്പര്യ വിത്തിനങ്ങളുടെ സംരക്ഷണത്തിന് മാത്രം 1.5 ഏക്കർ നീക്കിവച്ചിട്ടുണ്ട്. നെൽകൃഷിയിൽ ലാഭനഷ്ടങ്ങൾ നോക്കാറില്ല. ഭാര്യ ഗീതയുടെ പിന്തുണയോടെ തനതു നെൽവിത്തിനങ്ങൾ കാത്തുസൂക്ഷിക്കുകയാണ് 1.5 പതിറ്റാണ്ട് പഴക്കമുള്ള ഈ വൈക്കോൽ മേഞ്ഞ വീട്ടിൽ. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. അപ്പം നമ്മൾ ഇനി വിശേഷങ്ങൾ ഒത്തിരിയുണ്ട്. പത്മ പുരസ്കാരം ലഭിച്ചവരുടെ ഇനിയും കഥകൾ അറിയിക്കാനുണ്ട്. അതിലേക്കൊക്കെ മടങ്ങി വരാം അല്ലേ? ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം പ്രഭാത കേരളം തുടരും. അങ്ങനെ പ്രഭാത കേരളം വീണ്ടും ഞങ്ങൾ ഇവിടെ നിന്നും ആരംഭിക്കുകയാണ്. അതിനിടയിൽ നമ്മൾ വളരെ വേഗത്തിൽ പോകേണ്ട ഒരു വാർത്ത വന്നിട്ടുണ്ട് അല്ലേ? അതെ, PT7 അല്ലെങ്കിൽ ധോണി എന്ന് പറയുന്ന കാട്ടാനെ പിടിച്ച് നമ്മൾ വലിയ ആഘോഷമാക്കിയതാണ്. പക്ഷെ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, ധോണിയുടെ ശരീരത്തിൽ നിന്ന് 15 പെല്ലറ്റുകൾ വനംവകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. വനംവകുപ്പ് നടത്തിയ ശരീര പരിശോധനയിലാണ് കിട്ടിയിരിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ഏറെ ആശങ്കപ്പെടുന്ന ഒരു വാർത്തയാണ്. എന്താണ് ഇത് പരിശോധനയിൽ കണ്ടെത്തിയത്? ഇത് എങ്ങനെയാണ് ശരീരത്തിൽ വന്നത്? അതിന്റെ മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ് പ്രസാദ്? ഇത് നേരത്തെ ഈ PT7 പിടിച്ചതിന് ശേഷം അതിന്റെ ആരോഗ്യ പരിശോധന നടത്തുമ്പോഴാണ് ഈ 15 പെല്ലറ്റുകൾ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ അതിന് ആരോഗ്യപരമായി മറ്റ് അപകടസ്ഥിതികളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് വനം വകുപ്പ് പറയുന്നത്. ആ പെല്ലറ്റുകൾ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഈ 2 വർഷത്തോളം നാട്ടിലിറങ്ങിയ സമയത്ത് ആരെങ്കിലും ഇത്തരത്തിൽ നാടൻ തോക്ക് ഉപയോഗിച്ച് വെച്ചതാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആനയെ ഓടിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പെല്ലറ്റുകളെല്ലാം തന്നെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ അതിന്റെ ആരോഗ്യസ്ഥിതി അത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്നും വനം വകുപ്പ് വ്യക്തമാക്കുന്നു. പ്രസാദ്, ഒരു കാര്യം കൂടി, അതായത് ഇത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറയുമ്പോഴും ഇത് നാട്ടിൽ ഇത് ഇറങ്ങിയ സമയത്ത് അതിനെ തുരത്തുന്നതിന് വേണ്ടി നാട്ടുകാർ തന്നെ പ്രയോഗിച്ചതാണോ? അങ്ങനെയെങ്കിൽ അതിനെതിരെ നിയമ നടപടി, അങ്ങനത്തെ നടപടിക്രമങ്ങളും ഉണ്ടാകുമോ? ഒപ്പം തന്നെ ആനയുടെ ആരോഗ്യം സുരക്ഷിതമാണോ? മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല എന്നാണോ വനം വകുപ്പ് നൽകുന്ന വിശദീകരണം? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിശദീകരണം. അതോടൊപ്പം തന്നെ ഈ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധന നടത്തും. അപ്പോൾ ആരാണ് ഇത് വെച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി അന്വേഷണം ഉണ്ടാകുമോ അതിനെക്കുറിച്ചൊന്നും വനം വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. ഇത് നേരത്തെ സജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ നാട്ടിൽ സ്ഥിരമായി ഇറങ്ങിയ സമയത്ത് എവിടെ വെച്ചാണ് ഇത് സംഭവിച്ചത്, ആരാണ് വെച്ചത്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രാഥമിക വിവരം മാത്രമാണ് വനം വകുപ്പ് നൽകുന്നത്. ഈ പെല്ലറ്റുകൾ കണ്ടെത്തി എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നൽകുന്ന വിവരം. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകി. എന്തായാലും ഈ 15 പെല്ലറ്റ് കൊണ്ടാണ് ഇത് നടന്നതെന്നുള്ളതല്ലേ, അത് നമ്മളെ ഒരു വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. പക്ഷെ വനംവകുപ്പ് പറയുന്നത് പോലെ ആനയ്ക്ക് സാരമായ പരിക്കുകളില്ല അല്ലെങ്കിൽ പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ അത് ആശ്വാസമാണ്. എന്തായാലും മെരുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ വനംവകുപ്പ് PT7ലേക്ക് ധോണിയിലേക്ക് അടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് ഈ ഒരു പരിശോധന. അവിടെ ആനക്കൂട്ടിൽ കിടന്നുള്ള അതിന്റെ പരാക്രമമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൃശ്യങ്ങളൊക്കെ വന്നതാണ്. അപ്പോൾ എന്തായാലും ഈ പരാക്രമത്തിനിടയിലും ഇതിന്റെ ശരീരത്തിൽ ഇത്രയും പെല്ലറ്റുകൾ ഉണ്ടായിരുന്നു എന്നത് വനവകുപ്പിന്റെ പരിശോധനയിലാണ് കണ്ടെത്തിയത് എന്ന പ്രധാനപ്പെട്ട കാര്യം. ആശാനെ കുങ്കിയാക്കി എടുക്കാൻ ഇനി ഏകദേശം 1.5-2 വർഷമൊക്കെയാണ് പറയുന്നത് എന്നുള്ളതാണ്. നമുക്ക് സജിത്ത്, ഇനി നമുക്കൊരു യാത്രയിലേക്ക് പോകാം. അതായത് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് മാർഗം ഒരു തടസ്സമല്ല എന്ന് പറയുമല്ലോ. അങ്ങനെ ഒരു വാർത്തയിലേക്കാണ് ഈ കുടുംബശ്രീക്കാര്, അതായത് ഈ ആഗ്രഹങ്ങൾ പലതും മാറ്റിവെച്ച് ജീവിക്കുന്നവർക്ക് ഒരു മാതൃകയാവുകയാണ് അവർ. കോട്ടയത്ത് തൊഴിലുറപ്പ് ജോലിയിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് ഒരു വിമാനയാത്ര നടത്തി. ആരുടെയും സ്വപ്നമാണ്, പ്രത്യേകിച്ച് ഈ വീടുകളിലൊക്കെ കുടുങ്ങിപ്പോയ
സ്ത്രീകളെ സംബന്ധിച്ച് ഇത്തരമൊരു യാത്ര എന്നൊക്കെ പറയുന്നത് വലിയ സ്വപ്നമാണ്. ആ സ്വപ്നം അവർ സ്വന്തം അധ്വാനം കൊണ്ടുള്ള പണം കൊണ്ട്, അതാണ് അതിന്റെ ഹൈലൈറ്റ്. അതെ, അത് മക്കളോട് പറയുകയോ അങ്ങനൊന്നും അല്ല, അവരുടെ സ്വന്തം അധ്വാനം കൊണ്ട് അവര് വിമാനത്തിൽ പറന്നു. അതിൽ ഏറ്റവും വലിയ കാര്യം 77 വയസ്സുള്ള ചെല്ലമ്മ അമ്മയും ആ യാത്രയിലുണ്ടായിരുന്നു. ഒരു വിമാനയാത്ര നടത്തണം. 1 കൊല്ലം മുൻപ് കണ്ടൊരു സ്വപ്നമാണ്. ഇന്നത് സഫലമായ ചിരിയാണ് ഇവരുടെ മുഖത്ത്. തമാശയ്ക്ക് പറഞ്ഞു തുടങ്ങിയതാണ് ആഗ്രഹം. പിന്നെ കാര്യമങ്ങ് സീരിയസ് ആകുകയായിരുന്നു. വാർഡ് മെമ്പറും ഒപ്പം നിന്നതോടെ എല്ലാം എളുപ്പമായി. ഇവർ കഴിഞ്ഞ 1 വർഷം മുമ്പ് എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഞങ്ങൾക്ക് വിമാനത്തിലൊന്ന് കയറണം, ഞങ്ങൾക്ക് സാധ്യമാണ്. അങ്ങനെ ഒരു സ്വപ്നം കണ്ടാൽ അത് സാക്ഷാത്കരിക്കപ്പെടും എന്നതിന് ഏറ്റവും വലിയൊരു തെളിവാണ്. ചെറിയ 100ഉം 200ഉം ഒക്കെ രൂപ അവർ സ്വരുക്കൂട്ടി വെച്ചുകൊണ്ട് അവർ അതിനുള്ള വിമാനയാത്രയുടെ ചെലവ് അവർ കണ്ടെത്തി. പനച്ചിക്കാട് 12ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂട്ടായ്മയാണ് ആഗ്രഹം സഫലമാക്കിയത്. സ്പോൺസർ ഒന്നുമില്ലാതെ സ്വന്തം കൂലി ചെലവാക്കിയാണ് യാത്ര നടത്തിയത്. അതുപോലെ വളരെ സന്തോഷം. 77-കാരിയായ ചെല്ലമ്മയമ്മയാണ് സംഘത്തിൽ പ്രായത്തിൽ മൂത്തത്. വെറുതെ പണമുണ്ടാക്കിയാൽ പോരാ, ഇഷ്ടങ്ങളൊക്കെ സഫലമാക്കി മുന്നോട്ടു പോകണമെന്ന് ഇവർ ഓർമ്മിപ്പിക്കുന്നു. ഈ പൈസ വെച്ച് ബാങ്കിലിട്ട് കുറെ നാൾ കഴിയുമ്പോൾ അതുകൊണ്ട് വല്ലോ പ്രയോജനമുണ്ട്. ചത്തു പോകുമ്പോൾ ഇത് വല്ലതും കൊണ്ടുപോകുന്നുണ്ടോ വല്ലവരും? അപ്പോൾ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ച് ഞങ്ങളുടെ പണികൂലിയിൽ നിന്ന് ഞങ്ങൾ മിച്ചം പിടിച്ചു ഇത് ഇങ്ങനെ ഒരു കാര്യത്തിന് സാറിനോട് പറഞ്ഞ് ഞങ്ങളിപ്പം പോവുക. ബാംഗ്ലൂരിൽ ഇന്ന് മുഴുവൻ കറങ്ങിയ ശേഷം ട്രെയിൻ യാത്ര കൂടി സഫലമാക്കിയാണ് സംഘം തിരികെ പനച്ചിക്കാട്ടെത്തുക. അടുത്ത വർഷത്തേക്കും ഇവർക്ക് പ്ലാനുകളുണ്ട്. അടുത്ത വർഷം പോയി ഡൽഹിക്ക് പറന്ന് പോകും. ഏതായാലും സമൂഹത്തിന് ഒരുപാട് ഊർജം പകരുകയാണ് പനച്ചിക്കാട്ടെ ഈ കുടുംബശ്രീകൾ. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. മനസ്സ് നിറയുന്ന, ഏറെ സന്തോഷം തോന്നുന്ന, അല്ലേ? അതെ, എന്തൊരു പോസിറ്റീവാണ്. സന്തോഷം എന്ന് അമ്മമാര് പറയുമ്പോൾ നമുക്ക് ആ സന്തോഷം ഇങ്ങനെ കിട്ടുകയാണ് നമ്മളിലേക്ക്. എന്തായാലും പനച്ചിക്കാട്ടെ അമ്മമാർക്ക് സല്യൂട്ട്. ഇനി യാത്ര പോവുക, അല്ലെ? ഒരുപാട് യാത്രകൾ ചെയ്യുക. ഈ കേരളത്തിലെ കുടുംബശ്രീ പലതിനും മാതൃകയാവുന്നുണ്ട്. ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ കൂടി അത് അവസരം വെക്കുന്നു എന്നത് ഏറെ മനസ്സ് നിറയുന്ന, സന്തോഷം തോന്നുന്ന ഒരു വാർത്തയാണ്. അപ്പം നമ്മൾ ഇനി പോകുന്നത് പത്രത്തിലേക്കാണ്. പത്രത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് അറിയണം. രാവിലെ ഒന്ന് അതിലെ എല്ലാ പത്രത്തിലൂടെയും ഒരു ഓട്ടപ്രദക്ഷിണം. നമുക്കൊപ്പം ചേരുന്നത് കിരൺ ബാബു ആണ്. കിരൺ, ഇന്നത്തെ പത്രത്തിൽ എന്തൊക്കെ വിശേഷങ്ങളാണ്, വാർത്തകളാണ് ഉള്ളത്? പ്രധാനമായും മുൻ പേജുകളിലെ വാർത്തകളൊക്കെ എന്താണ്? നമസ്കാരം അശ്വതി, നമസ്കാരം സജിത്ത്. എന്തായാലും ഇന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക വാർത്ത എല്ലാ പത്രത്തിലും ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയാനാവില്ല. വ്യത്യസ്തമായ വാർത്തകളാണ് ഇന്ന് എല്ലാ പത്രങ്ങളും അതിൻ്റെ മുൻ പേജിൽ പ്രധാന വാർത്തയായി തന്നെ നൽകിയിട്ടുള്ളത്. ഇങ്ങനെയാണ് പലപ്പോഴും പ്രധാന സംഭവങ്ങൾ നടക്കാത്ത ദിവസങ്ങളിലൊക്കെ ഓരോ പത്രവും ആ പത്രത്തിൻ്റെ താല്പര്യമനുസരിച്ച് അല്ലെങ്കിൽ ആ പത്രം തീരുമാനിക്കുന്ന പ്രാധാന്യമൊക്കെ അനുസരിച്ച് ചിലപ്പോൾ പത്രത്തിൻ്റെതായ രാഷ്ട്രീയ താല്പര്യങ്ങളോ മറ്റു താല്പര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ പത്രം വായിക്കുന്ന വായനക്കാരുടെ താല്പര്യങ്ങൾ, അങ്ങനെ പല താല്പര്യങ്ങൾ വെച്ച് അവരുടെ ഒരു ഡിസിഷനാണ് ഏത് വാർത്ത വേണം പ്രധാന വാർത്തയായി നൽകേണ്ടതെന്ന്. ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ്. അങ്ങനെ ഒരു പ്രധാന വാർത്ത എന്ന് പറയാൻ കൃത്യമായൊരു വാർത്ത ഇന്നലെ സംഭവിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ വാർത്തകളാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് എല്ലാ മലയാള പത്രങ്ങളുടെയും പ്രധാന വാർത്തകളിലേക്കും മറ്റ് വാർത്തകളിലേക്കും ഒന്ന് പോകാം. പത്രം 18 സ്വാഗതം. നമുക്ക് മനോരമയുടെ പ്രധാന വാർത്ത കോളേജ് ശമ്പള കുടിശ്ശിക മരവിപ്പിച്ചു എന്നുള്ളതാണ്. സർവകലാശാലയിലെയും അഫിലിയേറ്റഡ് കോളേജുകളിലെയും UGC അധ്യാപകരുടെ 7ാം ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക നൽകുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണം സംസ്ഥാന സർക്കാർ മരവിപ്പിച്ചു എന്നുള്ള വാർത്തയാണ്. കോളേജ് അധ്യാപകരെ സംബന്ധിച്ച് അവർക്ക് അധികമായി കിട്ടേണ്ട പൈസ, അവരുടെ കുടിശ്ശിക പൈസ ഉടനെ കിട്ടില്ല എന്നതുകൂടിയാണ്. അതിനോടൊപ്പം തന്നെ ഇതുവരെ മരവിപ്പിച്ച പ്രധാന ബാധ്യതകൾ സംബന്ധിച്ചും കൊടുത്തിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് 4 ഗഡു ക്ഷാമബത്ത കുടിശ്ശിക, ആകെ 11%. ഈ മാസത്തേക്ക് കൂടിയാകുമ്പോൾ 5 ഗഡു ക്ഷാമബത്തയാവും. സിവിൽ സർവീസ് പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണത്തിന് കൂടി കുടിശ്ശിക 2 ഗഡു. ജീവനക്കാരുടെ അവധി സറണ്ടർ തുകയടക്കം നൽകാൻ പണമില്ലാത്തതിനാൽ PF-ൽ ലയിപ്പിക്കുന്നു. ഇത് പിൻവലിക്കാൻ കഴിയുക 4 വർഷത്തിന് ശേഷമാണ്. പക്ഷേ ആ പണം കിട്ടുന്നതിലും PF-ൽ ലയിപ്പിക്കുകയാണ്. അത് 4 വർഷത്തിന് ശേഷം വേണമെങ്കിൽ പിൻവലിക്കാം. അത്തരം വിശദാംശങ്ങളെല്ലാം അടങ്ങുന്നതാണ് ഈ വാർത്ത.
മനോരമയുടെ തന്നെ ഇന്ന് മനോരമയ്ക്ക് പല പത്രങ്ങൾക്കും ഇന്ന് റിപ്പബ്ലിക് ദിനമാണ്. നാളെ പത്രമില്ല, അതുകൊണ്ട് തന്നെ 2 ഒന്നാം പേജുകളുണ്ട്. 2 പത്രമായിട്ടാണ് പലരും ഇറക്കിയിട്ടുള്ളത്. പരസ്യം കൂടുതലുള്ള ദിവസമാണ്, ആളുകൾക്ക് അവധി ദിവസമായതുകൊണ്ട് തന്നെ ആ പ്രാധാന്യം കൂടിയുണ്ട്. 4 മലയാളികൾക്ക് പത്മശ്രീ എന്നുള്ളതാണ്. പക്ഷേ ഈ വാർത്ത ഒട്ടുമിക്ക പത്രങ്ങളും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തയായിട്ട് അല്ലെങ്കിൽ പോലും ഈ വാർത്ത നൽകിയിട്ടുണ്ട് എല്ലാ പത്രങ്ങളും. അപ്പുക്കുട്ട പൊതുവാൾ, ചെറുവയൽ രാമൻ, CA ഐസക്, SRD പ്രസാദ് എന്നിവരാണ് കേരളത്തിൽ നിന്നുള്ളത്. പ്രധാനപ്പെട്ട പത്മവിഭൂഷൺ കിട്ടിയ മുലായം സിംഗ് യാദവും SM കൃഷ്ണ അടക്കമുള്ളവരുടെ ചിത്രവും സക്കീർ ഹുസൈൻ്റെ ചിത്രമൊക്കെ കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട്. ഇതും അതോടൊപ്പം തന്നെ മേജർ ജനറൽ പ്രദീപ് ചന്ദ്രൻ നായർക്ക് പരമവിശിഷ്ട സേവാ മെഡൽ കിട്ടുന്നതും 6 പേർക്ക് കീർത്തി ചക്ര കിട്ടിയ വാർത്തയെ മനോരമ ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് വളരെ കൗതുകകരമായ ഒരു വാർത്ത മനോരമ നൽകിയിരിക്കുന്നത് സാനിയ മിർസ രാഹുൽ ബൊപ്പണ്ണ സഖ്യം ഫൈനലിൽ കടന്നതല്ല വാർത്ത. ഫൈനൽ കടന്നതിനപ്പുറത്തേക്ക് ഈ 2 പേരുടെയും പ്രായം സംബന്ധിച്ചാണ്. ഇന്നലെ സാനിയ പറഞ്ഞൊരു വാക്കിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ഹെഡിങ് ആണ് പ്രായം തമ്മിൽ ഗ്രാൻഡ് സ്ലാം മോഹം നൽകി. എനിക്കിപ്പോൾ 36 വയസ്സ്, രോഹന് 42. ഞങ്ങളിതാ ഇപ്പോഴും ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 36-ാം വയസ്സിൽ ഒരു സ്ത്രീ സജീവ ടെന്നീസിൽ നിൽക്കുന്നു, ഒരു മേജർ ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് ഫൈനൽ വരെ എത്തുന്നു. 42 വയസ്സുള്ള ഒരു കളിക്കാരൻ അതുപോലെ ഒപ്പം ചേർന്ന് അയാളും ഇതുപോലെ ഫൈനൽ വരെ എത്തുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ്. അത്തരം ഈ പ്രായത്തിലും അവർക്ക് ഇത്ര മികവോടുകൂടി കളിക്കാൻ കഴിയുന്ന, അങ്ങനെ കളിച്ച മറ്റ് കളിക്കാരുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ മഹാഭൂരിപക്ഷം കളിക്കാരും അവരുടെ ഒരു 30കൾ കഴിയുന്നതോടുകൂടി തന്നെ പയ്യെ പിൻവാങ്ങുന്നൊരവസ്ഥയാണ്. അപ്പോഴാണ് ഇവർ ഈ പ്രായത്തിലും വളരെ ആവേശപൂർവ്വം കളിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഒരു കുട്ടിയൊക്കെയുള്ള അമ്മയാണ് സാനിയ മിർസ ഈ വലിയ തിരിച്ചുവരവൊക്കെ നടത്തിയിരിക്കുന്നത്. അത് ഒന്നാം പേജിൽ തന്നെ വാർത്ത മനോരമ നൽകുന്നുണ്ട്. മാതൃഭൂമിയിലെ മറ്റൊരു വാർത്ത മുഹമ്മദ് ഫൈസൽ വീണ്ടും MP ആകും എന്നുള്ളതാണ്. ലക്ഷദ്വീപ് MPക്ക് ഒരു വധശ്രമ കേസിൽ ശിക്ഷ വിധിച്ചിരുന്നു 10 വർഷത്തെ. എന്നാൽ ഹൈക്കോടതി ആ ശിക്ഷ വിധി റദ്ദാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ശിക്ഷാവിധി റദ്ദാക്കിയതുകൊണ്ട്, ശിക്ഷ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് MP സ്ഥാനം നഷ്ടമായത്. അവിടെ ഉപതെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. ആ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്തായാലും ഇനിയിപ്പോൾ മാറ്റിവെക്കേണ്ട അവസ്ഥയിലാണ്. കീഴ്ക്കോടതിയിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന അപ്പീൽ തീരുമാനമാകുന്നതുവരെ, അന്തിമ വിധിയല്ല, തീരുമാനമാകുന്നതുവരെ എന്തായാലും ശിക്ഷ റദ്ദാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ MP സ്ഥാനത്ത് തുടരാൻ വീണ്ടും ഫൈസൽ MP ആയിരിക്കുന്നു. ലക്ഷദ്വീപിലെ ഉപതെരഞ്ഞെടുപ്പ് എന്തായാലും ഒഴിവായിരിക്കുന്നു. ഈ വാർത്തയും മിക്കവാറും പത്രങ്ങളെല്ലാം തന്നെ ഒന്നാം പേജിൽ പ്രാധാന്യം കൂട്ടിയോ കുറച്ചൊക്കെയായി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് കേരളകൗമുദിയും 4 മലയാളികൾക്ക് പത്മശ്രീ എന്ന വാർത്ത പ്രത്യേകം നൽകിയിരിക്കുന്നു. രാമൻ്റെ ചെറുവയലിൽ വിളഞ്ഞത് പത്മശ്രീ. കേരളത്തിലെ ജൈവ കൃഷിയുടെ ഒരു പ്രധാന പ്രയോക്താവായ അല്ലെങ്കിൽ അപൂർവ ഇനം വിത്തുകളടക്കം ഇപ്പോഴും സൂക്ഷിക്കുന്ന രാമൻ്റെ ചെറുവയലിലെ പത്മശ്രീയാണ് വിളഞ്ഞത് എന്നുള്ളത് നല്ല ഒരു മനോഹരമായ തലക്കെട്ട് കൂടിയാണ് കേരളകൗമുദി നൽകിയിരിക്കുന്നത്. ദേശാഭിമാനി നൽകിയിരിക്കുന്നത് ഇന്ത്യ മതസംഘർഷത്തിൻ്റെ തീച്ചൂളയിൽ BBC, മോദി വിഭജനത്തിൻ്റെ നേതാവ് എന്നുള്ളതാണ്. ദേശാഭിമാനി പത്രം സ്വാഭാവികമായും അതിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടി കണ്ടാണ് പ്രധാന വാർത്ത നൽകുന്നത്. BBC ഡോക്യുമെൻ്ററിയെ കുറിച്ചാണ്, 2ാം ഘട്ടത്തിലിറങ്ങിയ ഡോക്യുമെൻ്ററി 2ാം ഭാഗത്തിനെ കുറിച്ചുള്ള വിവരങ്ങളടങ്ങുന്ന വാർത്തയാണ്. അതാണ് ദേശാഭിമാനിയുടെ 2 മുൻ പേജുകളുള്ളതിൽ ഒരു മുൻ പേജിൽ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് മംഗളമാണ്. മംഗളത്തിൻ്റെ ഒരു വാർത്ത വെളിപ്പെടുത്തലുമായി ലേ പോലീസ്. 26 പെട്രോളിംഗ് പോയിന്റുകൾ ഇന്ത്യക്ക് നഷ്ടമായി. ഇഞ്ചിഞ്ചായി നിയന്ത്രണം പിടിച്ച് ചൈനീസ് സൈന്യം. ഭൂമി നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് സൈന്യം. കേന്ദ്ര സർക്കാരിന് മൗനം എന്നുള്ളതാണ്. ഇന്ത്യ ചൈന അതിർത്തിയെ സംബന്ധിച്ച് പലപ്പോഴും സംഘർഷത്തിൻ്റെ അവസ്ഥയിലാണ്. അവിടെ നമ്മുടെ 65 പെട്രോളിംഗ് പോയിന്റുകൾ ഉള്ളതിൽ 26 എണ്ണത്തിൻ്റെ നിയന്ത്രണം ഇന്ത്യക്ക് നഷ്ടമായി എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ്. അതിൻ്റെ സ്ഥിരീകരണം ഔദ്യോഗികമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സേനയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു സേനാ ഉദ്യോഗസ്ഥൻ അങ്ങനെ ഒരു സ്ഥിരീകരണം, അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. ആ വെളിപ്പെടുത്തലാണ് എന്തായാലും വളരെ ഗൗരവമുള്ള വാർത്തയാണ്. ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ സംബന്ധിച്ചൊക്കെ 26 പോയിന്റുകൾ നഷ്ടമാവുക എന്നത്. മറ്റൊന്ന് ദീപികയുടെ വാർത്തയാണ്. ദീപികയും വാർത്ത നൽകിയ ടയർ ലോബിയുടെ കിരാത ചൂഷണം എന്നുള്ളതാണ്. റനീഷ് മാത്യു ആണ് കണ്ണൂരിൽ നിന്നും ഈ വാർത്ത നൽകിയ. ഒന്നാം പേജിലെ പ്രധാന വാർത്തയായി തന്നെ ഇതാണ്. അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടിയിട്ടും പ്രയോജനമില്ലാത്ത റബ്ബർ കർഷകർ എന്നുള്ളതാണ്. അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബറിൻ്റെ വില കൂടുന്നതിനനുസൃതമായി വില വർധനവ് കേരളത്തിൽ ഉണ്ടാവുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു വില വർധന ഉണ്ടാവാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ടയർ ലോബിയാണ് പലപ്പോഴും നിയന്ത്രിക്കുന്നത് ഇന്ത്യയിലെ റബ്ബർ വ്യാപാരം. അവരുടെ നിയന്ത്രണത്തിൻ്റെ ഫലമായിട്ടാണ്, അവർ ഇതിൽ ഇടപെടുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ റബ്ബറിന് വില കൂടാത്തത് എന്നുള്ളതാണ് ഈ വാർത്തയുടെ പ്രധാനം. ദീപിയെ സംബന്ധിച്ച് ഇത്തരം റബ്ബറിൻ്റെ വാർത്ത, റബ്ബർ കർഷകരെ സംബന്ധിച്ചുള്ള വാർത്തകൾ വളരെ പ്രാധാന്യത്തോടുകൂടി നൽകുന്ന പത്രമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ അത് പ്രധാന വാർത്തയായി തന്നെ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ദി ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആണ്. ടൈംസ് ഓഫ് ഇന്ത്യ മുൻ പേജിൽ പരസ്യമാണ്. അതിൻ്റെ തൊട്ട് വീണ്ടുമുള്ള 3ാമത്തെ പേജിലാണ് ഒന്നാം പേജ് വരും. 3ാമത്തെ അല്ല 5ാമത്തെ പേജിലാണ്. അതിലെല്ലാം പരസ്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു പേജ് തുടങ്ങുന്നതിന് മുമ്പുള്ള വാർത്താ പേജിൽ ആദ്യം തുടങ്ങുന്ന ഒരു ഫുൾ പേജ് കാർട്ടൂൺ കൊളാഷാണ്.
അത് ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയുടെ വൈവിധ്യം സംബന്ധിച്ച് അതൊരു തമാശ രൂപത്തിലും അല്ലാതെയും സീരിയസ് ആയും ഒക്കെ അവതരിപ്പിച്ചിരിക്കുകയാണ്. വ്യത്യസ്തമായ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങൾ, ഇന്ത്യയിലെ പ്രധാന നഗരങ്ങൾ, ഇന്ത്യയിലെ ഗ്രാമങ്ങൾ, പ്രധാനപ്പെട്ട വിഷയങ്ങൾ, OTT-യിലേക്ക് സിനിമ മാറിയ വിഷയങ്ങൾ, മെട്രോ വന്നത്, ഇപ്പോഴും യാത്രാ സൗകര്യത്തിൻ്റെ പ്രയാസങ്ങൾ അതിന് മറുവശത്ത്, അങ്ങനെയുള്ള വിവിധ ഇന്ത്യയുടെ ഒരു ആകെ ചിത്രമാണ് ഈ ഒരു ഫുൾ പേജിലായി ടൈംസ് ഓഫ് ഇന്ത്യ നൽകാൻ ശ്രമിച്ചിരിക്കുന്നത്. മറ്റൊന്ന് മനോരമയിൽ നൽകിയിരിക്കുന്ന ഒരു വാർത്ത, ഉൾപേജിലെ വാർത്തയാണ്. നഗരത്തിൽ വീണ്ടും ഓൺലൈൻ കൊള്ള, 2 വീട്ടമ്മമാർക്ക് 10 ലക്ഷം രൂപ നഷ്ടമായി. മണി ചെയിൻ മാതൃകയിൽ ഉൽപ്പന്നങ്ങൾ നൽകിയാണ് തട്ടിപ്പ്. ഈ മലയാളിയെ സംബന്ധിച്ച് പലപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ വരൂ, ഞങ്ങൾ റെഡിയായിരിക്കുകയാണ്, ഞങ്ങൾ പറ്റിക്കപ്പെടാൻ റെഡിയായിരിക്കുകയാണ് എന്ന് പറയുന്നത് പോലെയാണ് ഈ മണി ചെയിനുകൾ. നിരവധി മണി ചെയിനുകളുടെ വാർത്തകൾ എത്രയോ തവണ നമ്മുടെ പത്രങ്ങൾ എത്രയോ വർഷമായി വരുന്നു. എന്നിട്ടും ഇപ്പോഴും ഇവരുടെ കെടിയിലേക്ക് വീഴാൻ ആളുകൾ തയ്യാറായി നിൽക്കുകയാണ്. പണം ഇരട്ടിപ്പിക്കാം, അല്ലെങ്കിൽ പണം എത്രയോ മടങ്ങാക്കി വർദ്ധിപ്പിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇതിപ്പോൾ ഉൽപ്പന്നങ്ങൾ കൂടി നൽകിയാണ്, വിശ്വാസ്യതയ്ക്ക് വേണ്ടി അവർ ചില ഓൺലൈൻ മാർക്കറ്റിംഗ് ഉൽപ്പന്നങ്ങൾ കൂടി നൽകിയാണ് ഈ പറ്റിപ്പ് നടത്തിയിരിക്കുന്നത്. 2 വീട്ടമ്മമാർക്ക് 10 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത്. സാധാരണഗതിയിൽ അവരെ സംബന്ധിച്ച് എത്രയോ കാലത്തെ സമ്പാദ്യമായിരിക്കും. ഇനി ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ എത്രയോ പേർ ഇനി അനേകം കാണും. അവർ പലരും ഇങ്ങനെ ഒരു അബദ്ധത്തിൽ പോയി പെട്ടു എന്ന് നാട്ടുകാരറിയുന്നതിൻ്റെ നാണക്കേടോർത്ത് അവർ പലരും പരാതി നൽകാതിരിക്കും. അങ്ങനെ ഒരുപാട് പേർ പറ്റിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. ഇപ്പോഴും ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും വീണ്ടും ഈ കെണിയിലേക്ക് തന്നെ ചെന്ന് വീഴാൻ തയ്യാറായി മലയാളികൾ നിൽക്കുന്നു എന്നുള്ളത് അത്ഭുതകരം തന്നെയാണ്. മറ്റൊന്ന് ഹിന്ദുവിൻ്റെ വാർത്തയാണ്. ഹിന്ദു 1-ാം പേജിൽ ഏറ്റവും ലീഡ് വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രപതിയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിന സന്ദേശമാണ്. പുതിയ രാഷ്ട്രപതിയുടെ ആ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലെ ആ പ്രസംഗം തന്നെയാണ്. സാധാരണഗതിയിൽ എല്ലാ രാഷ്ട്രപതിമാരും റിപ്പബ്ലിക് ദിനത്തിൻ്റെ തലേന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യാറുണ്ട്. ഇന്നലെ പ്രധാനമായും തന്നെ പുതിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞത് ഇന്ത്യയിലെ വിശ്വാസ പ്രമാണങ്ങളിലെ വൈവിധ്യം, ഇന്ത്യയുടെ വൈവിധ്യം, ആ വൈവിധ്യം കൂടിയാണ് ഇന്ത്യയുടെ നിലനിൽപ്പ്. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു മഹത്തായ സന്ദേശം, ഇന്ത്യയെ യോജിപ്പിച്ചിരുന്ന സന്ദേശം, ആ വൈവിധ്യം തന്നെയാണ്. അല്ലെങ്കിൽ എല്ലാം ഒന്നാവുക എന്നുള്ളതല്ല, ഈ വൈവിധ്യങ്ങളെല്ലാം നിലനിൽക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ശക്തി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. ഈ പുതിയ കാലത്തിൽ ഒരു രാഷ്ട്രപതി ഇത്തരത്തിൽ ഒരു പ്രസംഗം നടത്തുമ്പോൾ അതിന് സവിശേഷമായ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. ആ പ്രാധാന്യം കൂടി എടുത്തിട്ടാണ് ആ വാർത്ത പ്രധാനമായും ആ പ്രത്യേക വരി തന്നെ ലീഡായി തന്നെ ദ ഹിന്ദു നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് മനോരമയിലെ ഒരു ഉൾപേജിലെ വാർത്തയാണ്. നിറം മങ്ങി പിങ്ക് പോലീസ് എന്നുള്ളതാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി ആരംഭിച്ച പിങ്ക് പോലീസിൻ്റെ പ്രവർത്തനം താളം തെറ്റുന്നു എന്നുള്ളതാണ്. പിങ്ക് പോലീസ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിൽ വന്നത്. വളരെ പുരോഗമനാത്മകമായ ഒരു ആശയമായിരുന്നു. സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന വിഷയങ്ങൾ, ഇതിനെല്ലാം പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ പിങ്ക് പോലീസ് വന്നത്. പക്ഷേ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമം തടയാൻ ആരംഭിച്ച പിങ്ക് പോലീസിൽ പരാതികൾ കൈകാര്യം ചെയ്തതിൽ കനത്ത വീഴ്ച. പ്രവർത്തനം തുടങ്ങി 7 വർഷം പൂർത്തിയായിട്ടും തലസ്ഥാനത്ത് പിങ്ക് പോലീസ് കൈമാറിയ പരാതികളുടെ എണ്ണം വെറും 142 എണ്ണം മാത്രമാണ്. തിരുവനന്തപുരം സിറ്റി പരിധിയിൽ 124, റൂറൽ 18 എണ്ണമാണ്. 7 വർഷം കൊണ്ട് 148 കേസുകൾ മാത്രമേ സ്ത്രീകൾക്കെതിരെയും കുഞ്ഞുങ്ങൾക്കെതിരെയും ഉണ്ടായി പിങ്ക് പോലീസിന് കൈമാറേണ്ടി വന്നിട്ടുള്ളൂ എന്ന് പറയുന്നത് ഒരു തരത്തിൽ ആ പോലീസ് സംവിധാനത്തിന്, ആ പിങ്ക് പോലീസിൻ്റെ പ്രവർത്തനത്തിലെ കുറവുകളെ തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന രാഹിത്യത്തിൽ തന്നെയാണ് അത് കാണിക്കുന്നത്. അത്രത്തോളം ചെറിയ കേസുകളല്ല ഉണ്ടാവുന്നത്. പിങ്ക് പോലീസിന് കുറെ കൂടി പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകാൻ പോലീസ് സേനയടക്കം ശ്രദ്ധിക്കണമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ഇത്. മറ്റൊന്ന് മനോരമയിലെ മറ്റു വാർത്തയാണ്. ആര് വിളിച്ചാലും ഫോൺ എടുക്കണം, വനംവകുപ്പിൽ കർശനമായ നിർദ്ദേശമാണ്. വനംവകുപ്പിന് 24 മണിക്കൂറും പ്രവർത്തനക്ഷമമാക്കി വെക്കണമെന്നും പൊതുജനങ്ങളുടെയും ജനപ്രതിനിധികളും വിളിക്കുമ്പോൾ നിർബന്ധമായും എടുക്കണമെന്ന് നിർദ്ദേശിച്ച് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആണ് ഡോക്ടർ പി പുകഴേന്തിയാണ് അടിയന്തര സർക്കുലർ നൽകിയിരിക്കുന്നത്. അത് വനം വകുപ്പിൻ്റെ വിഷയത്തിലല്ല, കേരളത്തിലെ ഒട്ടുമിക്ക വകുപ്പുകൾക്കും ഇങ്ങനെ ഒരു സർക്കുലർ നൽകേണ്ടതാണ്. പലപ്പോഴും ഇലക്ട്രിസിറ്റി KSEBിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സർക്കാർ ഓഫീസിലേക്ക് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ആൾക്ഷാമം കൊണ്ടാവും ഫോൺ എടുക്കാൻ കഴിയാത്ത. പക്ഷേ പല സ്ഥലങ്ങളിലും അങ്ങനെയല്ല. ആളുണ്ടെങ്കിലും ഫോൺ ഒന്നുകിൽ എടുത്ത് മാറ്റി വെക്കും, അല്ലെങ്കിൽ എത്ര അടിച്ചാലും ആ അടിക്കുന്ന ഫോൺ അവിടെ നിന്ന് അടിച്ചോട്ടെ, അതൊന്നും ശ്രദ്ധിക്കാതെ തൊട്ടടുത്തിരുന്ന് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാനോ ഒക്കെ തയ്യാറാവുന്ന ഒരു വലിയ വിഭാഗം ഉദ്യോഗസ്ഥർ ഇപ്പോഴും പല ഓഫീസുകളിലുമുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചില ഓഫീസുകളിൽ ആൾക്ഷാമുണ്ടോ, അതിന് ഇരട്ടി ജോലിയുമുള്ള ഓഫീസുകളുണ്ട്. അത്തരം ഓഫീസുകളിലെ പ്രയാസങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്നതാണ്. പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല ഉണ്ടാവുന്നത്. പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇരിക്കുന്നതെന്നും അവർ വിളിച്ചാൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാവണമെന്നും, ഒരു ജനപ്രതിനിധി വിളിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു നാടിൻ്റെ പ്രശ്നങ്ങളാവും പറയുക, അല്ലെങ്കിൽ ഒരു പൊതു പ്രശ്നമാവും പറയുക. അത്തരം കാര്യങ്ങൾ കേൾക്കാനെങ്കിലും ഉദ്യോഗസ്ഥർ തയ്യാറാവണമെന്ന നിർബന്ധമായ ഒരു സർക്കുലറാണ്. പ്രത്യേകിച്ച് വനംവകുപ്പിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു സ്ഥലത്ത് ആന ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ആ സമയത്ത് എടുക്കാതെ 10 മണിക്കൂർ കഴിഞ്ഞ് എടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞ് എടുത്തതുകൊണ്ടോ കാര്യമില്ല. എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനം തന്നെയാണ്.
തന്നെയാണ്. അത്തരം ഒരു സർക്കുലർ എന്തായാലും നൽകേണ്ടി വന്നത് എന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പം തന്നെയാണ്. ആ സിസ്റ്റം പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു എന്നത് അഭിനന്ദനാർഹവുമാണ്. മറ്റൊന്ന് മനോരമയുടെ എഡിറ്റ് പേജിൽ VR പ്രതാപിൻ്റെതാണ്. അത് വളരാൻ വഴിയുണ്ട്. ബഡ്ജറ്റിനെ കുറിച്ചാണ്. ബഡ്ജറ്റിനെ കുറിച്ച് പ്രധാനപ്പെട്ട ധനകാര്യ വിദഗ്ധർ പറയുന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അതെല്ലാം വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് KN ബാലഗോപാൽ ഫയൽ നോക്കുന്ന രീതി എങ്ങനെയാണ് ബാലഗോപാൽ ഫയൽ നോക്കുന്ന രീതി പറയുന്നത്. നേരത്തെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിച്ചത്. അന്ന് എല്ലാ ഫയലുകളും പൂർണ്ണമായും വായിച്ച് ശേഷമാണ് അദ്ദേഹം ഫയലുകളിൽ ഒപ്പിട്ടിരുന്നത് അല്ലെങ്കിൽ ഫയലുകൾ ഫോർവേഡ് ചെയ്തിരുന്നത്. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം അന്നുണ്ടായിരുന്നു. ആ ശീലം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. എല്ലാ ഫയലുകളും സാധാരണ മന്ത്രിമാർക്ക് മുഴുവൻ ഫയലും തുടക്കം മുതൽ അവസാനം വരെയൊന്നും വായിക്കാൻ കഴിയാറില്ല. പക്ഷേ ബാലഗോപാൽ അങ്ങനെയല്ല, ഫയലുകൾ മുഴുവൻ വായിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ബഡ്ജറ്റ് ഉണ്ടാകുന്നത്? ബഡ്ജറ്റ് പ്രസംഗം നമ്മൾ കേൾക്കുമ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഏകദേശം 1 വർഷത്തോളം നീളുന്ന പ്രോസസ്സാണ്. ഈ ബഡ്ജറ്റ് കഴിഞ്ഞാൽ അടുത്ത ബഡ്ജറ്റിൻ്റെ പ്രവർത്തനത്തിലേക്ക് ആ സെക്ഷൻ തന്നെ അപ്പാടെ മാറുകയാണ്. ആ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചുരുക്കി പ്രത്യേകമായി തന്നെ മനോരമയിൽ പ്രതാപിൻ്റെ വാർത്തയിൽ നൽകിയിട്ടുണ്ട്. അത് വളരെ ഇൻഫോർമേറ്റീവായ ഒരു വാർത്ത തന്നെയാണ്. മറ്റൊന്ന് ഇന്ത്യയുടെ SCO നയതന്ത്രം ലക്ഷ്യം മികച്ച ഇന്ത്യ പാക് ബന്ധം ഉഭയകക്ഷി ചർച്ച പാകിസ്ഥാൻ ആവശ്യപ്പെട്ടാൽ ഇന്ത്യ സമ്മതം മൂളും എന്നുള്ളതാണ്. R പ്രസന്നൻ്റെ ഡൽഹിയിൽ നിന്ന് വീക്കിൻ്റെ ലേഖകൻ കൂടിയാണ്. R പ്രസന്നൻ ദീർഘകാലമായി പ്രതിരോധ മേഖലയിൽ മാധ്യമപ്രവർത്തനമായി തുടരുന്ന മലയാളിയാണ്. R പ്രസന്നൻ്റെ ലേഖനമാണ്. ഇന്ത്യ ഇങ്ങനെ ഒരു പാകിസ്ഥാൻ ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചാൽ ചർച്ചയ്ക്ക് പോകേണ്ടതില്ല, പല പ്രശ്നങ്ങളും ഇപ്പോഴും ഉണ്ട്, അതുകൊണ്ട് ആ നിലയിൽ നിൽക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഇന്ത്യ ചർച്ചയ്ക്ക് ക്ഷണിച്ചാൽ പോകാൻ സാധ്യതയുണ്ട്, അത്തരമൊരു നയതന്ത്ര സാധ്യതകൾ കൂടി ഇന്ത്യ ആലോചിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് അദ്ദേഹം നൽകുന്നത്. അതോടൊപ്പം തന്നെ ബിലാവലിനെ നേരത്തെ ഇന്ത്യയിലേക്ക് ക്ഷണം എന്നുള്ളത് കൂടിയാണ്. അടുത്ത ഒരു ഇന്ത്യയിൽ നടക്കുന്ന ഒരു മറ്റ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിലേക്ക് ബിലാവലിന് കൂടി ക്ഷണം നൽകിയിട്ടുണ്ട്. ബിലാവൽ നേരത്തെ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ആൾ കൂടിയാണ്. ബിലാവലിനെതിരെയും നമ്മൾ ഐക്യരാഷ്ട്രസഭയിൽ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഒരു നയതന്ത്ര ബന്ധത്തിൽ കൂടി ഇന്ത്യ ആ ഒരു വഴി കൂടി തുറക്കുന്നു എന്നാണ് ഈ വാർത്ത വ്യക്തമാക്കുന്നത്. മറ്റൊന്ന് അമ്പരപ്പിച്ച അനിൽ ആന്റണിക്ക് മൗനം എന്നുള്ളതാണ് മനോരമയിലെ വാർത്ത. എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വളരെ പ്രാധാന്യത്തോടു കൂടിയല്ല ഇന്നലെ എനിക്ക് തോന്നുന്നു ചാനലുകളൊക്കെ നൽകിയ ഒരു പ്രാധാന്യം പത്രങ്ങൾ നൽകിയിട്ടില്ല അനിൽ ആന്റണിയുടെ. ചിലപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ആന്റണിയുടെ മകൻ എന്നതിനപ്പുറത്തേക്ക് അനിൽ ആന്റണിക്ക് മറ്റ് പ്രാധാന്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് കൂടിയാവണം. പക്ഷേ വാർത്ത എല്ലാവരും നൽകിയിട്ടുണ്ട്. അനിൽ ആന്റണിയെ പോലെ ഒരാൾ കോൺഗ്രസ് വിട്ടുപോകുന്നു എന്താണ് അവസ്ഥ. അതിൽ പ്രധാനമായും സുയിത്ത് നൽകിയിരിക്കുന്ന വാർത്ത ആളിക്കത്തിക്കാൻ ആളുണ്ട് കോൺഗ്രസിൽ, പ്രശ്നം തീർക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും കോൺഗ്രസിൻ്റെ രീതി എന്ന് പറയുന്നത് പരസ്യമായി പ്രതികരിക്കുക, പരസ്യമായി പ്രതിഷേധിക്കുകയൊക്കെയാണ്. അപ്പോഴൊക്കെ ഈ തീ അണയ്ക്കാൻ കൂടി ചില പ്രത്യേക സംവിധാനം കോൺഗ്രസിനുണ്ടായിരുന്നു. ചില ബാക്ക്ഡോർ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടത്തിയാണ് കോൺഗ്രസ് പലപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നത്. ഗ്രൂപ്പിൻ്റെ കാലത്തിലൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ അത്തരമൊരു ചർച്ചകൾ, അത്തരമൊരു ഈ സമവായത്തിൻ്റെ വഴി സ്വീകരിക്കാൻ അങ്ങനെയുള്ള ആളുകൾ ഇല്ല എന്നുള്ള ഒരു പ്രധാന പോയിന്റ് കൂടി ഈ വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊന്ന് മാതൃഭൂമിയിലാണ്. ഉയർന്ന പെൻഷൻ തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ്. അത് EPFO പെൻഷൻകാർക്കാണ് ഇരുട്ടടി. 2014 മുമ്പ് ഓപ്ഷൻ നൽകാത്ത വിരമിച്ചവർക്കാണ് ബാധകമാകുന്നത്. ഡൽഹിയിൽ നിന്നും ഷൈൻ മോഹൻ്റെ വാർത്തയാണ്. നിരവധി പേരെ ബാധിക്കുന്ന വാർത്തയാണിത്. PF-ൻ്റെ പെൻഷൻ ഉയർത്തുമ്പോൾ സ്വാഭാവികമായും PF പെൻഷൻ ലഭിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യരാണ്, ചെറിയ പെൻഷനാണ്. ആ പെൻഷൻ തുകയിലുണ്ടായ വർധനയിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കണ്ടത്. പക്ഷേ 2014 മുമ്പ് ഓപ്ഷൻ നൽകാത്തവർക്ക് ആ തുക തിരിച്ചു പിടിക്കും എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായ വാർത്തയാണ്. PF പെൻഷൻകാരെ എല്ലാം സംബന്ധിച്ച് നിരാശാജനകമായൊരു വിവരമാണ്. അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. മറ്റൊന്നത് 74ാം റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ്. ശരണ്യ ഭുവനേന്ദ്രനാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. അതും എന്താണ് ഈ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ പ്രത്യേകത? ഓരോ റിപ്പബ്ലിക് ദിന പരേഡിനും എന്തെങ്കിലുമൊക്കെ പുതുമകൾ അവതരിപ്പിക്കാറുണ്ട്. ഈ വർഷത്തെ പുതുമകൾ എന്തൊക്കെയാണ്? വനിതകളുടെ ഒട്ടക റെജിമെൻ്റ് ഉണ്ട്, 21 ഗൺ സല്യൂട്ട്, ഈജിപ്ത് പട്ടാളവും നമ്മുടെ ഇതിൽ അണിനിരക്കുന്നുണ്ട്, ദേശീയ സംഗീതമുണ്ട്. അങ്ങനെ എന്തെല്ലാമാണ് പ്രത്യേകതകൾ എന്നുള്ളതും പ്രത്യേകമായി തന്നെ മാതൃഭൂമി നൽകിയിട്ടിരിക്കുന്നു. കേരള കൗമുദി മറ്റൊന്ന് ത്രിപുരയിൽ സീറ്റ് ധാരണ, CPM 43, കോൺഗ്രസ് 13 എന്നുള്ളതാണ്. ത്രിപുരയിൽ ദീർഘകാലം ഭരിച്ചിരുന്ന CPM അധികാരത്തിൽ നഷ്ടമാവുകയും BJP ഭരണത്തിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ അവിടെ CPM-ഉം കോൺഗ്രസും കൂടി ഇത്തവണ ഒരുമിച്ചാണ് ഇന്ന് BJP-ക്കെതിരെ മത്സരിക്കുന്നത്. അവിടെ 43 സീറ്റുകളിൽ CPM-ഉം 13 സീറ്റുകളിൽ കോൺഗ്രസും, അങ്ങനെ കോൺഗ്രസ് CPM സഖ്യം എന്ന് പറയാം, ആ തരത്തിലാണ് ത്രിപുരയിൽ മത്സരിക്കുന്നത്. അതിന് കേരളത്തിലും ചില രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ വാർത്ത മിക്ക പത്രങ്ങളും നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയുടെ എഡിറ്റോറിയലാണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മഹനീയമായ മാതൃക എന്നാണ്. ഇന്ന് കേരളത്തിലെ
കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് തന്നെ വളരെ അഭിമാനിക്കാവുന്ന ഒരു ദിവസം കൂടിയാണ്. കുടുംബശ്രീയുടെ ചരിത്രത്തിലെ 25 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് കുടുംബശ്രീ. ഇന്ന് ചുവട് എന്ന പേരിൽ 3 ലക്ഷത്തോളം വരുന്ന കുടുംബശ്രീ സാധാരണ അയൽക്കൂട്ട യൂണിറ്റുകൾ ഇന്ന് ഒത്തുചേർന്നുകൊണ്ട് ഏകദേശം 2-3 മാസം നിൽക്കുന്ന ഒരു സംഗമത്തിന്, ഒരു ആഘോഷത്തിന് തുടക്കം കുറിക്കുകയാണ്. കേരളത്തിൻ്റെ വികസന രംഗത്തേക്ക്, കേരളത്തിൽ സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ കേരളത്തിലെ സാധാരണക്കാരായ, ഏറ്റവും സാധാരണക്കാരായ സ്ത്രീകൾക്ക് അധികാരം നൽകിയതാണ് ഈ കുടുംബശ്രീ. ആ കുടുംബശ്രീയുടെ 25ാം വർഷമാണ്. ആ കുടുംബശ്രീ അഭിനന്ദിച്ചുകൊണ്ടാണ് ദേശാഭിമാനി ഒരു എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും ഇനിയും മറ്റ് പല പത്രങ്ങളിലും നമ്മൾ വിട്ടുപോയ, അല്ലെങ്കിൽ ഇപ്പോൾ എടുക്കാതിരുന്ന നിരവധി വാർത്തകളുണ്ട്. ഈ സമയപരിധിയിൽ എടുക്കാൻ കഴിയുന്ന ചില പ്രധാനപ്പെട്ട വാർത്തകൾ മാത്രമാണ് എടുത്തത്. ഇനിയും ഇത്തരം വാർത്തകളിലേക്ക് ഒരു സമഗ്ര വാർത്തകളുടെ ഒരു ഏകദേശ ചിത്രം പ്രേക്ഷകർക്ക് കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശ ചിത്രം എന്ന് പറഞ്ഞെങ്കിൽ സമഗ്രമായി തന്നെ സമയപരിധിയിൽ നിന്നുള്ള വളരെ സമഗ്രമായ പത്രങ്ങളുടെ ഇന്നത്തെ എന്താണ് എന്നുള്ള ഉള്ളടക്കം കൃത്യമായി. എന്തായാലും താങ്ക് യു കിരൺ. നമ്മൾ ഇനി പോകുന്നത് ദേശീയ വാർത്തകളിലേക്കാണ്. കിരൺ പത്രങ്ങളിലുള്ള ചെറുതായി ഒന്ന് സൂചിപ്പിച്ചെങ്കിലും വിശദമായി നമുക്ക് ദേശീയ വാർത്തകളിലേക്ക് പോകാം. നമുക്കൊപ്പം ചേരുന്നത് എം ജി മിഥുനാണ് ചേരുന്നത്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് ദേശീയ തലത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ്. റിപ്പബ്ലിക് ഡേ ആഘോഷങ്ങൾ നടക്കുന്നു. പരേഡ് ഉടൻ തന്നെ ആരംഭിക്കും. അതിനൊപ്പം തന്നെ രാഷ്ട്രീയ വാർത്തകളും ചെറുതല്ല. BBC ഡോക്യുമെന്ററി ഉയർത്തുന്ന വിവാദങ്ങളുണ്ട്. ഒപ്പം തന്നെ ത്രിപുരയിൽ CPM-ഉം കോൺഗ്രസും തമ്മിലുണ്ടാക്കിയ സീറ്റ് ധാരണ, സഖ്യം നീക്കങ്ങളൊക്കെയുണ്ട്. എന്താണ് ഇന്ന് ദേശീയ ചിത്രം? ദേശീയ തലത്തിലുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് സജിത്ത്, അശ്വതി. സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സമഗ്രമായ വാർത്താ ദിനം തന്നെയാണ് ദേശീയ തലത്തിൽ ഇന്ന് ഉള്ളത്. അതിലേക്കൊക്കെ തന്നെ നമുക്ക് വിശദമായി തന്നെ വരാം. ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യം 74ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 9:30 നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പ അർച്ചന നടത്തുന്നതോടുകൂടിയാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഒപ്പം തന്നെ അതിനുശേഷം 10 മണിയോടുകൂടി കർത്തവ്യപഥിൽ പരേഡ് ആരംഭിക്കുകയും ചെയ്യും. ഈ രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ പതാക ഉയർത്തുകയും ചെയ്യും. ഇത്തവണ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയാണ് മുഖ്യ അതിഥി. ആദ്യമായാണ് ഈജിപ്ത് രാഷ്ട്രത്തലവൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. കൂടാതെ തന്നെ ഈ രാജ്പഥ് എന്ന പേര് മാറ്റിക്കൊണ്ട് കർത്തവ്യപഥ് എന്ന പേരിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യ റിപ്പബ്ലിക് ദിന ആഘോഷം കൂടിയാണ് ഇതെന്നുള്ളതൊരു പ്രത്യേകത കൂടിയാണ്. അത്തരത്തിൽ വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി തന്നെയാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡുകൾ നടക്കുകയും ചെയ്യുന്നത്. അവിടുത്തെ സ്വാഭാവികമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് പുറമെ 6000-ഓളം സേനാ വിന്യാസങ്ങളെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ 150ഓളം CCTV ക്യാമറ നിരീക്ഷണത്തിൽ കൂടി തന്നെയാണ് ഈ പരേഡുകൾ നടക്കുക. അത്തരത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ നിരീക്ഷിക്കുക, ഒപ്പം തന്നെ ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തു. മറ്റൊന്ന് പ്രധാനപ്പെട്ട വാർത്ത ത്രിപുരയിൽ നിന്ന് തന്നെ ഉള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ അനിശ്ചിതത്വം ത്രിപുരയിലെ ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട നിലച്ചു നിൽക്കുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. ഇന്നലെ രാത്രിയോടുകൂടി അതിലൊരു അന്തിമ ചിത്രമുണ്ടായിരിക്കുന്നു. 43 സീറ്റുകളിൽ CPM മത്സരിക്കുന്നുള്ള ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. 13 സീറ്റുകളിൽ കോൺഗ്രസും മത്സരിക്കും. ഒപ്പം തന്നെ ബാക്കിയുള്ള സീറ്റുകളിൽ 3 അതിലൊന്ന് CPI-യും ഫോർവേഡ് ബ്ലോക്കും RSPയും ഓരോ സീറ്റുകളിൽ വീതിയും. ഒപ്പം തന്നെ മറ്റുള്ള ഒരു സീറ്റുകളിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മത്സരിക്കുമെന്നുള്ള ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് തന്നെ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തന്നെ പുറത്തുവിടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കൂടാതെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരൊക്കെയാണ് എന്നുള്ള കാര്യവും ഇന്ന് നമുക്ക് വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന് ഈ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ്. തെലങ്കാനയിൽ നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. റിപ്പബ്ലിക് ദിന പരേഡുകൾ ചുരുക്കുക, ഒരു ചെറിയ രീതിയിലുള്ള ചടങ്ങുകൾ മാത്രം, അതായത് ഗവർണറുടെ വസതിയിൽ രാജ്ഭവനിൽ മാത്രം ചെറിയ രീതിയിലുള്ള ചടങ്ങുകൾ നടത്തിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകാമെന്നുള്ള തീരുമാനം നേരത്തെ തന്നെ മുഖ്യമന്ത്രി സ്വീകരിക്കുകയും ചെയ്തു. ഇതിനെതിരെ പൊതുതാൽപര്യ ഹർജികളൊക്കെ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. തെലങ്കാന ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സുപ്രധാന നിർദ്ദേശം സർക്കാരിന് നൽകി. വിപുലമായ ചടങ്ങുകൾ അവിടെ ക്രമീകരിക്കണമെന്നുള്ള ആവശ്യം ഹൈക്കോടതി മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള വാർത്തകൾ, അതിന്റെ നീക്കങ്ങളും ഒക്കെ തന്നെ എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ
കഴിഞ്ഞ 2-3 ദിവസങ്ങളായി BBC ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങൾ അരങ്ങേറുന്നുണ്ട്. ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ദിവസവും ഈ ഡോക്യുമെന്ററിയുടെ 2ാം ഭാഗം പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ചെയ്തിരുന്നു. അവിടെ വിദ്യാർത്ഥികളെ കരുതൽ തടങ്കിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധവും അത് സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളിലേക്കും ഇനി വരും മണിക്കൂറുകളിൽ നമുക്ക് എത്താൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ ഇതിന്റെ 2ാം ഭാഗം മറ്റ് യൂണിവേഴ്സിറ്റികളിലും കൂടുതൽ യൂണിവേഴ്സിറ്റികളിലേക്കും കൂടി വ്യാപിപ്പിക്കുന്നു. അതിന്റെ പ്രദർശനങ്ങൾ ഇന്നുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡൽഹി, ഒപ്പം തന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഒപ്പം തന്നെ കൊൽക്കത്ത യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ ഇതിന്റെ 2ാം ഭാഗം പ്രദർശിപ്പിക്കുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും സ്വാഭാവികമായും വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറാനുള്ള സാഹചര്യവും ഉടലെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സമയപരിധി ഉള്ളത് കൊണ്ട് തന്നെ മറ്റു വാർത്തകളിലേക്കൊന്നും തന്നെ ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. വരും മണിക്കൂറുകളിൽ, വരും ബുള്ളറ്റിനുകളിൽ നമുക്ക് ഈ വാർത്തകളൊക്കെ തന്നെ വിശദമായി എടുക്കാമെന്ന് കരുതുന്നു. സജിത. എന്തായാലും മിഥുൻ ദേശീയ തലത്തിലെ ഇന്നത്തെ ഒരു സമഗ്ര ചിത്രമാണ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഈ BBC ഡോക്യുമെന്ററി വിവാദങ്ങൾക്ക് ഇന്നും സാധ്യതയുണ്ട് ദേശീയ തലത്തിൽ. കൂടുതൽ സർവകലാശാലകളിൽ അത് പ്രദർശനത്തിന് എത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന പ്രതിഷേധങ്ങൾ, ഒപ്പം തന്നെ ഈ പ്രദർശിപ്പിക്കുന്നവർ 2ാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ അത് വീണ്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കിടയാകും. പക്ഷെ പ്രതിഷേധങ്ങളൊന്നും തങ്ങളെ ബാധിക്കുന്നില്ല. ഇത് കാണുക തന്നെ ചെയ്യുമെന്ന് ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും വിദ്യാർത്ഥി സംഘടനകൾ. അതെ. എന്തായാലും നമുക്ക് ദേശീയ തലത്തിൽ നിന്നും ഇനി ഉണ്ടാവേണ്ടത് ഏകദേശം സമയം 9 മണിയോട് അടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഇനി പരേഡ് പോലെയുള്ള വളരെ വർണ്ണാഭമായ കാഴ്ചകൾ ഇന്ന് കാത്തിരിക്കുന്ന ആ കാഴ്ച ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത കൂടി അതാണ്. അതെ, നമുക്കപ്പോൾ സജിത്ത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അന്താരാഷ്ട്ര വാർത്തകൾ കൂടി ഒന്ന് അറിയേണ്ടതുണ്ട്. മനു ഭാരതാണ് ചേരുന്നത്. മനു, എന്തൊക്കെയാണ് അന്തർദേശീയ തലത്തിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന പ്രധാന വാർത്തകൾ? അന്തർദേശീയ തലത്തിലുള്ള പ്രധാന വാർത്തകൾ ഇന്നെത്തുന്നത് അമേരിക്കയിൽ നിന്നും UK നിന്നുമൊക്കെയാണ്. ഏതായാലും വിശദമായ വാർത്തകൾ കാണാം. അന്താരാഷ്ട്ര വാർത്തകളിൽ ഇന്ന് ഏറ്റവും അധികം മുൻപന്തിയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചുള്ള വാർത്തകളാണ്. ട്രംപിന് ഫേസ്ബുക്കിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്ക് അവസാനിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അടുത്ത ആഴ്ചയോടുകൂടി ഈ വിലക്ക് പൂർണ്ണമായി നീങ്ങും എന്നാണ് ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഫേസ്ബുക്കിൻ്റെ മാതൃ കമ്പനിയായ മീറ്റ പ്ലാറ്റ്ഫോംസ് ഇത് സംബന്ധിച്ചുള്ളൊരു വിശദീകരണം നൽകിയിരിക്കുന്നു. നമുക്കറിയാം, 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്യാപിറ്റൽ കലാപത്തെ തുടർന്നാണ് ട്രംപിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. കാരണം ഈ അക്രമത്തിൽ പങ്കെടുത്തവരെ ട്രംപ് പ്രശംസിച്ചു എന്ന തരത്തിലുള്ള വിവാദം ഉയർന്നു പൊങ്ങിയ സാഹചര്യത്തിലാണ് ട്രംപിനെതിരെ ഇത്തരം ഒരു നടപടി വന്നത്. ഏതായാലും അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ താനും ഉണ്ടാകും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ മത്സരത്തിൽ താനും ഉണ്ടാകും എന്ന് ട്രംപ് വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ നിയന്ത്രണം മാറ്റി ട്രംപ് തിരിച്ചു വരുന്നത്. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് കൂടുതൽ കരുത്തനായി വരുന്നു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് പ്രധാനമായി നൽകാനുള്ളത്. രണ്ടാമത്തേത് വിദ്യാർത്ഥികളെ ഒരല്പം നിരാശപ്പെടുത്തുന്നൊരു വാർത്തയാണ്. കാരണം ഈ ബിരുദത്തിന് ശേഷം UK എത്തുന്ന വിദ്യാർത്ഥികൾക്ക് വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ആലോചനകൾ വരുന്നു എന്നതാണ് UK നിന്ന് വരുന്ന ഒരു വിവരം. കാരണം സാധാരണ അവിടെ പഠനം പൂർത്തിയാക്കിയവർക്ക് 2 വർഷം ജോലി ചെയ്യാനും അത്തരത്തിൽ താമസ സൗകര്യങ്ങൾക്കുമൊക്കെ നിരന്തരം ഇളവുകൾ നൽകിയിരുന്നു. എന്നാൽ ഇതിനൊക്കെ ഒരു നിയന്ത്രണം വരുന്നു എന്നതാണ് UK നിന്ന് വരുന്ന ഒരു വാർത്ത. ഇത് വിദ്യാർത്ഥികളെ പ്രത്യേകിച്ച് ഈ വിദേശ സർവകലാശാലകളിലേക്ക് തുടർ പഠനത്തിന് പോകാനും അതുപോലെ വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് UK തൊഴിൽ സാധ്യതകൾ അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ വലിയ തോതിൽ നിരാശ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. മറ്റൊരു പ്രധാന വാർത്ത വരുന്നത് ഈ പാകിസ്ഥാനിൽ നിന്നാണ്. നമുക്ക് അറിയാം, അവിടെ ഇപ്പോൾ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. പലയിടത്തും ആളുകൾക്ക് ആവശ്യമായ ഭക്ഷണമോ വെള്ളമോ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ലോകബാങ്ക് ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു. 60 ലക്ഷത്തിലധികം പേർ രൂക്ഷമായ ക്ഷാമം നേരിടുന്നതായാണ് ലോകബാങ്കിൻ്റെയും റിപ്പോർട്ടുകൾ വരുന്നത്. ഈ കഴിഞ്ഞ ജൂണിലുണ്ടായ ഒരു പ്രളയം പാകിസ്ഥാനെ വളരെ രൂക്ഷമായി ബാധിച്ചിരിക്കുന്നു. ഒപ്പം പാകിസ്ഥാൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി കൂടി ഇതോടൊപ്പം വായിച്ചെടുക്കേണ്ടതുണ്ട്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വളരെ ശക്തമായി പാകിസ്ഥാനിൽ മുന്നേറുകയാണ്. അവശ്യ സാധനങ്ങളുടെ വിലയും വർദ്ധിക്കുന്നു. ഏതായാലും ഈ ഘട്ടത്തിൽ ലോകരാജ്യങ്ങൾ പാകിസ്ഥാന് സഹായം നൽകണം എന്നാണ് ഇപ്പോൾ ലോകബാങ്ക് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഈ റിപ്പോർട്ടിലും അത്തരത്തിലുള്ള കാര്യങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്.
മറ്റൊരു പ്രധാന വാർത്ത ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നിന്നാണ് വരുന്നത്. ഈ സുവർഗാനുരാഗികളെ സംബന്ധിച്ചുള്ള ഒരു തർക്കം വലിയ തോതിൽ ക്രിസ്ത്യൻ സഭയ്ക്കകത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കുന്നത് ഈ സുവർഗാനുരാഗം എന്നത് ഒരു ക്രിമിനൽ കുറ്റമല്ല എന്നാണ് പാപ്പ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അതിനെ പാപങ്ങളുടെ പട്ടികയിൽ നിന്ന് അദ്ദേഹം മാറ്റുന്നുമില്ല. അപ്പോൾ ഈ ലോകമെമ്പാടും ഈ LGBTQവും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും വലിയ ചർച്ചാ വിഷയമാകുമ്പോഴാണ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതൊക്കെയാണ് സാഹിത്യ ഇന്നത്തെ പ്രധാന അന്താരാഷ്ട്ര വാർത്തകൾ. കൂടുതൽ കേരളത്തിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും റിപ്പബ്ലിക് ദിന വാർത്തകളൊക്കെ നൽകാനുണ്ടാവും. ഏതായാലും അത് സംബന്ധിച്ച് കേൾക്കാം സജിത്തിലേക്കും അശ്വതിയിലേക്കും. അപ്പോൾ അന്തർദേശീയ തലത്തിലെ ഇന്നത്തെ പ്രതീക്ഷകൾ, നടക്കുന്ന വാർത്തകളുടെ ഒരു ചുരുക്കമാണ് മനു ഭരത് പങ്കുവെച്ചത്. എന്തായാലും ഇനി നമ്മൾ കാത്തിരിക്കുന്നത് റിപ്പബ്ലിക് ഡേ ആഘോഷങ്ങളിലേക്കാണ്, പരേഡുകളിലേക്കാണ്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ദേശീയ തലത്തിൽ അടക്കം അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിട്ടുണ്ട്. എന്തായാലും പ്രഭാത കേരളത്തിന്റെ സമയം പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി.